അല്പസമയം കരങ്ങളെ തൊട്ടി ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് കുറച്ച് കാര്യങ്ങളെ ഹല്ലേലൂയ ദൈവജനത്തോട് വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ നമ്മളോട് ഇടപെടുവാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധ പിതാവായ യേശുവിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. നൽകിയ ഓരോ വചനത്തിനുമായിട്ട് കർത്താവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. വിഷയങ്ങളിൽ കർത്താവേ അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന്റെ കർത്താവേ ഓരോ വാക്കുകളും കർത്താവ് അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഈ സമയം പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാത്ത മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. അവിടെ ഇടപെടുമാറാകണം കർത്താവേ. ഓൺലൈനിൽ കർത്താവേ ഈ ഹല്ലേലൂയ ഈ സെഷൻ, ഈ പ്രയർ സെഷൻ കാണുന്നവരെ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. അവിടെ നിന്ന് ഇടപെടുമാറാകണം കർത്താവ്. പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ഹല്ലേലൂയ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 13-ാം അധ്യായം 11-ഉം 12-ഉം വാക്യം വായിക്കാമോ? സമയം എളുപ്പം വായിക്കാനുള്ള സമയം കുറെ ഡിലേ വരുന്നുണ്ട്. സോ പ്ലീസ് ഹല്ലേലൂയ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വായിക്കണേ. ഹല്ലേലൂയ. ആമേൻ. യെസ്. ആമേൻ. കുറച്ചുകൂടി വെച്ചിട്ടൊന്ന് വായിച്ചു, സ്ട്രോങ് ആയിട്ടൊന്ന് വായിച്ചു കർത്താവിന്റെ വചനം. യെസ്. സന്തോഷിക്കും, യഥാസ്ഥാനപ്പെടുകയും ആശ്വസിച്ചുകൊള്ളുകയും ഏക മനസ്സുള്ളവരാകുകയും സമാധാനത്തോടെ എന്നാൽ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. വിശുദ്ധ ശുദ്ധനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുക. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 12 വരെ വായിച്ചാൽ മതി. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചാൽ മതി ആ വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ എന്താ പറയുന്നത്? സന്തോഷിപ്പിൻ. ഇത് കർത്താവിന്റെ ആത്മാവ് ഹല്ലേലൂയ 5 കൂട്ടം കാര്യങ്ങളെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അവിടെ 6ാമത്തെ വിഷയമായിട്ട് പറയുന്നത് ഇതാണ്. വിശുദ്ധ ചുംബനം ചെയ്യുവിൻ. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം എന്ത് ചെയ്യാനാ പറഞ്ഞത്? വന്ദനം ചെയ്യുവിൻ. സഹോദരന്മാരല്ലേ? ഹല്ലേലൂയ. ഒരു പ്രൈസറോടൊക്കെ പറഞ്ഞ് ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ തോർത്തൊക്കെ തട്ടി ഹല്ലേലൂയ പരസ്പരം പ്രബോധിപ്പിക്കുന്നത് ഹല്ലേലൂയ ഒരു കുറവല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനമാണ്. ആമേൻ. ഹല്ലേലൂയ. ചിലർക്ക് കൈ കൊടുക്കാൻ തന്നെ മടിയാ. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ചിലർക്ക് പരസ്പരം കൈ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ ചിലപ്പോൾ വിരലൊക്കെ തരുള്ളൂ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഭവം ഉള്ളതുകൊണ്ട് ഹല്ലേലൂയ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹല്ലേലൂയ. ആമേൻ. ചിലർക്കൊരു ധാരണയുണ്ട് കൈയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയിരിക്കുന്ന വിരലിലാണല്ലോ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്നവന്റെ മുഖം കണ്ട നമുക്ക് പ്രാർത്ഥിക്കാനൊന്ന് മടുപ്പ് വരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന്മാരെ പോലെ അടുത്തിരിക്കുന്നവർ സ്നേഹത്തോടെ സ്നേഹചുംബനം കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുത്തൊന്ന് വന്ദനം ചെയ്യുന്നു പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനമോ? ആമേൻ. അത് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ദാസന്മാർ പറയുമ്പോ അടുത്തിരിക്കുന്നവന്റെ മുഖഭാവം കാണുമ്പോ പിന്നെ നമ്മുടെ മനസ്സ് മടുത്തു. ഹല്ലേലൂയ. ചിലർ നഖമൊക്കെ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ അല്ല, കൈ കൊടുത്ത സ്ട്രോങ് ആയിട്ട് പിടിച്ചോണം. നീ ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ മാത്രമല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കേണ്ടത്, ദൈവത്തിന്റെ കർത്താവിലുള്ള സഹോദരന്മാരായിട്ട് കൈ കൊടുക്കുമ്പോ കുറച്ച് സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് നിന്റെ സന്തോഷം അത് കണ്ണാടി പോലെ പ്രതിഫലിക്കും. നിന്റെ മുഖം കണ്ട വേറൊരുത്തനെ ആരാധിക്കാൻ തോന്നണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അതുകൊണ്ടാണ് 6ാമത്തെ വിഷയം വലിയ ഹല്ലേലൂയ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, പക്ഷെ അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം അല്ലെ. എങ്ങനെ പറഞ്ഞത്? വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ അല്ലെ. ഹല്ലേലൂയ. അതൊരു 6ാമത്തെ വിഷയമായതുകൊണ്ട് 6ാമത്തെ പോയിന്റ് ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് അത് ആദ്യം തന്നെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചത്. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് 5 കൂട്ടം കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കാൻ
വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തതാണ് സന്തോഷം. The first point is അല്ലെ സന്തോഷം. ഹല്ലേലൂയ. വാദമെന്ന് പറ സന്തോഷം. ഉച്ചത്തിൽ പറ സന്തോഷം. ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടല്ല. നോക്കിയേ, ആണോ? നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ സന്തോഷിക്കാൻ പല മേഖലകളുണ്ടായിട്ടുണ്ടാവും. കരയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം, വിഷമിക്കാൻ, സങ്കടപ്പെടാൻ, ഹല്ലേലൂയ, അല്ല ടെൻഷൻ അടിക്കാൻ, അങ്ങനെ പലതരം സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. എന്നാൽ ക്രിസ്തീയ വിശ്വാസ പ്രകാരം, യേശു ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ അടിസ്ഥാന പ്രകാരം സന്തോഷം എന്ന് പറയുമ്പോൾ അത് സാഹചര്യങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതല്ല. അതായത് ഏതെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ സന്തോഷിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരു സാഹചര്യം വന്നുകൊണ്ട് സന്തോഷിക്കുന്നതല്ല, മറിച്ച് പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും രോഗം വന്നാലും ഹല്ലേലൂയ സന്തോഷിക്കാൻ നമുക്ക് വകയുണ്ട്. അതാണ് ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രത്യേകത. പ്രശ്നങ്ങളെ നേരിടുന്തോറും നിനക്കും എനിക്കും ദൈവമേ സന്തോഷിക്കാനുള്ള വക ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ചിലരൊക്കെ അതെങ്ങനെ ബ്രദറെ, പ്രശ്നങ്ങൾ വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ ഇൻവോൾവ് ആയി പോകത്തില്ലയോ? എങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നേ? ഹല്ലേലൂയ. നമുക്ക് ഫിലിപ്പിയർ ലേഖനം 4:4 വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത് ഒന്ന് നോക്കാം. ഒന്ന് വായിച്ച് എളുപ്പം വായിക്കണേ, കിട്ടിയത് ആദ്യം വായിക്കാം. കർത്താവിൽ, കേട്ടോ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. അതെങ്ങനെയുള്ള സന്തോഷം? പൗലോസ് അപ്പോസ്തലൻ എവിടെയിരുന്ന അത് പറയുന്നത്? യേശുവിന്റെ അകത്തിരുന്ന് അല്ലേ? ഹല്ലേലൂയ. വളരെ കംഫോർട്ട് ആയിട്ടുള്ള ഒരു സോണിന്റെ അകത്തിരുന്നാണോ അപ്പോസ്തലൻ സംസാരിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. ഈ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിന്റെ അകത്തും അപ്പോസ്തലൻ പറയുവാണ് സന്തോഷിക്കും. അപ്പൊ അത് ഏത് സന്തോഷത്തെ കുറിച്ചാണ് പറഞ്ഞത്? ലോകത്തിന്റെ സന്തോഷത്തെ കുറിച്ചല്ല. ലോകത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നടന്നു കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്നാൽ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും സന്തോഷിക്കാൻ പഠിക്കണം. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. നീ പ്രതീക്ഷിച്ചിരുന്നു ചിലത്, പക്ഷെ അത് നിനക്ക് കിട്ടിയില്ല. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്ത്യൻ ലൈഫിൽ അത് കിട്ടാത്തതിനെ ചൊല്ലിയിരുന്ന് കരയാനല്ല പഠിപ്പിക്കുന്നത്. നീ സന്തോഷിക്കാനുള്ള വക ദൈവം നിന്റെ ക്രിസ്ത്യൻ ലൈഫിന്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സന്തോഷം എന്ന് പറയുമ്പോ എങ്ങനെ? സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടാണോ? ഇനി തിരിച്ചറിഞ്ഞോണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷിക്കാൻ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷിക്കാനുള്ള വക വരുമ്പോ മാത്രമല്ല ഞാൻ സന്തോഷിക്കേണ്ടത്, മറിച്ച് സങ്കടം വന്നാലും ദുഃഖം വന്നാലും വീട്ടിൽ പ്രശ്നമാണ്, വഴക്കാണെങ്കിലും സന്തോഷിക്കുന്നത് പരിശുദ്ധാത്മാവുള്ളതിന്റെ അടയാളമാണ്. ഹല്ലേലൂയ, ആമേൻ. വാദം പറ, സാഹചര്യങ്ങളിലല്ല എന്റെ സന്തോഷം എന്ന് പറയാം. സാഹചര്യങ്ങളെ നോക്കിയിട്ടില്ല ഞാൻ സന്തോഷിക്കുന്നത്. എന്റെ കുടുംബത്തിൽ സന്തോഷം കുറച്ച് പൈസ കയ്യിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ ഒരു വീട് പണി കഴിയുമ്പോ, ഓക്കെ, ഞാൻ വീട് പൊളിയുമ്പോ നീണ്ടത് കരയണോ? അല്ലെ? എത്ര പേര് ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വീടുകളിൽ വെള്ളം കയറിയപ്പോ ഒത്തിരി ആശിച്ചു മോഹിച്ചു പണത് വീടിന്റെ അകത്തേക്ക് കുറെ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ വിലപിടിപ്പുള്ള ഫർണിച്ചറുകളൊക്കെ മേടിച്ചു വെച്ചു. ഒറ്റ വെള്ളപ്പാച്ചിൽ തന്നെ അതെല്ലാം നശിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് മേടിച്ചപ്പോ കിട്ടിയ സന്തോഷം നിമിഷ നേരത്തേക്കുള്ളൂ. നമ്മൾ പണ്ട് പഠിക്കുന്ന പോലെ ക്ഷണഭങ്കുരം എന്ന് പറയുന്ന പോലെ അല്ലെ, അല്പനേരത്തേക്കുള്ള അല്ലെ കാര്യം. ഹല്ലേലൂയ. അല്ലെ, കുറച്ചു നേരത്തേക്കുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. അല്പ സന്തോഷം. ദൈവം തരുന്നത് അല്പ സന്തോഷമല്ല, അത് നിത്യതയിലേക്ക് നയിക്കുന്ന സന്തോഷമാണ്. ഓ ഹല്ലേലൂയ. ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോ. ഹല്ലേലൂയ.
സന്തോഷിപ്പിൻ 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 എന്ന് ഞാൻ വീണ്ടും പറയുന്നു. Hallelujah. Blessed be the name. Hallelujah. നെഹെമ്യയുടെ പുസ്തകം 8:10. ബുക്ക് ഓഫ് നെഹെമ്യ അതിന്റെ 8th ചാപ്റ്ററിന്റെ verse 10. Hallelujah. ഒന്ന് വായിക്കാമോ? അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തേക്കും. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശ്രമമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. ശ്രദ്ധിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിക്കരുത്, ഇരുന്ന് മോങ്ങിയേക്കരുത്. ചിലവർക്ക് ഒരു ധാരണയുണ്ട്, ഇരുന്ന് കുറെ ഇരുന്ന് ദിവസങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കും. നോ. ഹല്ലേലൂയ. എപ്പോഴും ദൈവം പ്രവർത്തിക്കാൻ പോകുന്നറിയോ? പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും കണ്ണുനീര് വന്നാലും ഒരു സന്തോഷം കാണും. കാരണം അറിയോ, എന്റെ കണ്ണുനീരിന്റെ അകത്ത് പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ഓർത്ത് സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു അപ്പനുണ്ട് സ്വർഗത്തിൽ എന്ന് ഓർത്ത് ഹല്ലേലൂയ സന്തോഷിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? കരങ്ങളെ തട്ടി ആ കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ചിലവര് നോക്കി ബ്രദറെ പ്രാർത്ഥിക്കണമെന്ന് പറയും. ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ. ഹല്ലേലൂയ. അതുപോലെ ചെറിയ വിഷയങ്ങളെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട്. നോക്കിയേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ പറയുവാണ്, വിളിച്ചു പറയും. ദൈവത്തിന്റെ ദാസന്മാര് പറയും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും എന്ന് വിളിച്ചു പറയുമ്പോ എല്ലാവരുടെ ഉള്ളിൽ ഒരു പ്രത്യാശ വരും. ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും രോഗസൗഖ്യപ്പെട്ടിട്ടാണോ മരിച്ചു പോകുന്നത് ഭൂമിയില്? എത്രയോ പേര് രോഗികളായിട്ട് വിശ്വാസികളായിട്ടുള്ള ദൈവമൈതലായിട്ടുള്ള ദൈവമക്കളായിട്ടുള്ള ഒരു രോഗം പിടിച്ചു തന്നെ മരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും പൂർണ്ണ സൗഖ്യം പ്രാപിച്ചാണ് മുന്നോട്ട് പോകുന്നത്? അല്ല. അപ്പോ ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ അകത്ത് ഞാൻ രോഗിയായിരുന്നാലും എനിക്ക് അങ്ങയുടെ ആത്മീയ സന്തോഷത്തിൽ നിറയാനാണ് ആഗ്രഹം. അത് രോഗം വന്നാലും ക്ഷീണം വന്നാലും ദൈവത്തിന്റെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട്, അത് ക്യാൻസർ ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഒരു രോഗസൗഖ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ടല്ല കർത്താവേ ഞാൻ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ വന്നു, അവരെല്ലാം യേശു സൗഖ്യമാക്കി. എന്ന് തിരിച്ചു നന്ദി പറയാൻ വന്നവന് ഒരൊറ്റ മാത്രമേ ഉള്ളൂ, ഒരു വിജാതീയനായവനുള്ളൂ. നോക്കിക്കേ. അപ്പൊ കർത്താവ് അവന്മാരുടെ സൗഖ്യമൊക്കെ തിരിച്ചെടുത്തോ? ഇല്ല. അപ്പൊ രോഗസൗഖ്യം കിട്ടുന്നത് മാത്രമല്ല നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവം നിന്നെ സൗഖ്യപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നീ സൗഖ്യം പ്രാപിക്കും. ഹലോ. അത് നീ മരിച്ചാലും കുഴിന്ന് എഴുന്നേറ്റ് വരാനും നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇനി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് നീ എഴുന്നേൽക്കണമെന്ന് വിചാരിക്കും, നീ അവിടെ തന്നെ കിടക്കും കുഴിക്കകത്ത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഡെഡ് ബോഡിയുടെ മുകളിൽ പോയി ഈ പരീക്ഷിക്കരുത്. ചെന്നിട്ട് അല്ലെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു. നോ. ഇത് ചില ഗോഷ്ഠികൾ കാണിക്കുന്ന കാണാം, ചില വീഡിയോ ഒക്കെ. മരിച്ചെടുക്കുന്ന ഡെഡ് ബോഡിയുടെ മുകളിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. മോനെ, ദൈവഹിതമാണെങ്കിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതിന് നീ കിടന്ന് തലവത്തി മറിയണ്ട. അപ്പൊ ഒരുത്തിന് രോഗസൗഖ്യം കൊടുക്കുക എന്ന് പറയുന്നത് കർത്താവ് കൊടുക്കുന്നതാണ്, നിന്റെ പ്രവൃത്തി കൊണ്ട് വെളിപ്പെടുന്നതല്ല. എന്നാൽ നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ക്രിസ്തു യേശുവിനുള്ള നീതിയിലായിരിക്കണം. അതാ പറഞ്ഞത്, നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, അത് രോഗിക്ക് സൗഖ്യമായി ഫലിക്കും. അപ്പൊ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ വെടിപ്പായിട്ട് ചെയ്തോ. ഹല്ലേലൂയ. അത് സന്തോഷത്തോടെ ചെയ്തോ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ കരുണ കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ കരുണ കാണിക്കും. അതിന് നിങ്ങൾക്ക് എന്താ? അല്ലെ, നീ ചിലപ്പോ പ്രാർത്ഥിക്കാത്തവനായിരിക്കും ചിലപ്പോ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത്. നീ ചിലപ്പോ പ്രാർത്ഥിച്ചവന് ചിലപ്പോ സൗഖ്യം കൊടുക്കുകയല്ല കർത്താവ്. ഹല്ലേലൂയ. ചിലപ്പോ നിന്റെ അടുത്തിരിക്കുന്നവനായിരിക്കും സൗഖ്യം പ്രാപിക്കുന്നത്. അവന് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതിന് നീ വിഷമിക്കണം, അയ്യോ കർത്താവ് അവനല്ല സൗഖ്യവനാ, കർത്താവ് അങ്ങക്ക് മാറിപ്പോയോ. ഹല്ലേലൂയ. അങ്ങനെയല്ല കേട്ടോ. ഹല്ലേലൂയ. രോഗം വന്നാലും ക്ഷീണം വന്നാലും യേശു ക്രിസ്തുവിൽ ജീവിക്കണം. പൗലോസ് പുത്രൻ പറയാം, ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. Blessed be the name.
ഹല്ലേലൂയ. അല്ലെ, ചിലവരിങ്ങനെ കർത്താവ് സൗഖ്യമാക്കും തന്നെ പറഞ്ഞോണം. നീ കർത്താവ് സൗഖ്യമാക്കും, എനിക്കറിയത്തില്ല എന്നല്ല പറയണത്. കർത്താവ് സൗഖ്യമാക്കും തന്നെ പ്രത്യാശ കൊടുത്തോ. അവര് പ്രത്യാശയുള്ളവരായിരിക്കട്ടെ, ആഗ്രഹമുള്ളവരായിരിക്കട്ടെ, കർത്താവിനോട് അവർ അടുത്ത് നിൽക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കട്ടെ. ദൈവഹിതം അവർ രോഗസൗഖ്യം പ്രാപിച്ച് കുറച്ചു കാലം കൂടി കർത്താവിനോട് കൂടെ ജീവിക്കാനാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ സന്തോഷമുള്ള കാര്യമല്ലേ? ഹല്ലേലൂയ. നോക്കിയേ, രോഗസൗഖ്യം പ്രാപിച്ചിട്ട് നേരെ ബാറിൽ പോയി വീണ്ടും കള്ളു കുടിക്കുന്നതിനേക്കാൾ നല്ലത് ആലോചിച്ചോക്കെ. കർത്താവ് നിശ്ചയിച്ചിരിക്കണം അവനിപ്പോ മരിക്കണം, അവനിപ്പോ ക്രിസ്തുവിൽ സ്നാനപ്പെട്ട് ഇന്ന് മരിക്കാൻ നിശ്ചയിച്ചാണ്. നീ എന്തിനാ വേവലാതിപ്പെടുന്നത്? അത് കർത്താവിന് വിട്ടുകൊടുക്ക. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. യേശു എന്ന് പറയുന്നുണ്ടല്ലേ, നിന്റെ കണ്ണ് നിനക്ക് അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് കളയാൻ. രണ്ട് കണ്ണുള്ളവരായിട്ട് നീ നരകത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ നല്ലത് അല്ലേ? ഹല്ലേലൂയ. ഒരു കണ്ണാണ് അടച്ച്, കണ്ണെടുത്ത് കളയാനാ പറഞ്ഞത്. ഒറ്റക്കണ്ണനായിട്ട് കയറിയാലും കുഴപ്പമില്ലെന്ന്. നോക്കിയേ, കാലടച്ച് കാല് വെട്ടി കളയാനാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോഴെവിടെ രോഗസൗഖ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ അകത്തുള്ള സ്പിരിച്വൽ റലത്തിന്റെ അകത്ത് എന്താണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് പലർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലവര് പ്രാർത്ഥിക്കുന്ന എന്തോ അധികാരം നോക്കി. ഹല്ലേലൂയ. കർത്താവിന്റെ കരുണ കേട്ടോ, കർത്താവ് കൊടുക്കുന്ന സൗഖ്യം. ഹല്ലേലൂയ. അത് നിനക്കും എനിക്കും കർത്താവ് അങ്ങനെ തന്നിരിക്കുന്നത്. നീ പിടിച്ചു പറിച്ച് മേടിച്ചു കൊടുക്കുന്ന സംഭവമല്ല. ചിലർ ദൈവത്തോടെ കൽപ്പിക്കുന്ന എവിടെയാണ് കൊടുക്കും. എന്ത് കൊടുക്കാൻ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. നെഹെമ്യ 8:11 കൂടി വായിച്ചു മോനെ. അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് കൃഷ്ണാനഭോജനവും മധുരപാനീയവും കഴിച്ചു തങ്ങൾക്കായി വട്ടം. അപ്പൊ ഷുഗർ കട്ടില്ല. ഓക്കെ, മധുരപാനീയം കഴിച്ചോളാനാ പറഞ്ഞത്. ചിലതൊക്കെ ഷുഗർ കട്ട് എടുത്തെടുത്തെടുത്ത് വേറെ വല്ല രോഗം പിടിക്കും. ഭക്ഷണം കഴിക്കുവാണെങ്കിൽ കഴിച്ചോണം. നല്ല ഭക്ഷണം കഴിക്കുവാണെങ്കിൽ കഴിച്ചോണം, സന്തോഷത്തോടെ കഴിച്ചോണം. ഭക്ഷണം കഴിക്കുവാണെങ്കിൽ എങ്ങനെ കഴിക്കണം? സ്തോത്രം പറഞ്ഞ് കഴിച്ചോണം. അതിന് ഒരു മടിയും കാണിക്കരുത്. ഹല്ലേലൂയ. അല്ലെ, കർത്താവിന്റെ നാമത്തിൽ അത് ബ്ലസ് ചെയ്ത് കഴിച്ചോണം. മക്കൾക്ക് കൊടുക്കുവാണെങ്കിൽ സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കണം. നീ ഡയറ്റ് നോക്കി, അത് നോക്കി, ഇത് നോക്കി വല്ല അസുഖം പിടിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഡയറ്റ് ഒക്കെ നോക്കി ജിമ്മിൽ പോയി മസിലൊക്കെ പെരുപ്പിച്ചത് ഒരു പനി വന്നപ്പോ എല്ലാം കൂടി പോയി. കൊറോണ വന്നപ്പോൾ എല്ലാം ഇതായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുവാണ് മധുരപാനീയം. അത് കൊക്കക്കോള കുടിക്കുന്ന ആരും അല്ല പറഞ്ഞത്. അതെന്നും പറഞ്ഞ ആരും കൊക്കക്കോള പോയി കുടിച്ചേക്കല്ലേ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. മധുര പാനീയം കുടിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക്, തങ്ങൾക്കായിട്ട് കൂട്ടിയിട്ടില്ലാത്തവർക്ക് വായിച്ചോ. വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം അറിയോ, യഹോവയിലുള്ള സന്തോഷം നിങ്ങളുടെ. ഓക്കെ, അപ്പൊ നീ കഴിക്കുന്ന ഡയറ്റ് ഫുഡിന്റെ അകത്ത് ഹെൽത്തി ഭക്ഷണം കഴിച്ചതല്ല നിന്റെ ബലം. ഹല്ലേലൂയ. ഭക്ഷണം കഴിച്ചാലും സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടെങ്കിൽ, അത് കഞ്ഞിയും പയറുവാണെങ്കിലും ബിരിയാണി ആണെങ്കിലും സന്തോഷത്തോടെ കഴിക്കാൻ പഠിക്കണം. ദൈവം തന്നതായത്, ഈ ആഹാരം എനിക്ക് കർത്താവ് തന്നതാന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ പറയുവാണ് യഹോവയിലുള്ള സന്തോഷം അത് നിങ്ങളുടെ ബലമാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് വീട്ടില് ഭക്ഷണമൊക്കെ ചെന്നിട്ട് എങ്ങനെ കഴിക്കണം? കർത്താവേ സ്തോത്ര കർത്താവേ, ഈ ചോറിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഒരു കൂട്ടാനുള്ള കുഴപ്പമില്ല കർത്താവേ, അതിന് നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് കഴിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, അവിടെയാണ് നിന്റെ ബലം ദൈവം വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. സ്തോത്ര. ഹല്ലേലൂയ. യഹോവ വചനമാണ്, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16:22 വായിച്ചോണേ. അങ്ങനെ
നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിൽ ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കണ്ടോ യേശു പറയുന്നുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ ദുഃഖം ഉണ്ടെങ്കിലും എന്താ പറയുന്നത് കർത്താവ്? പിന്നെയും നിങ്ങളെ കാണും, ഞാൻ നിങ്ങളെ വീണ്ടും കാണും. അപ്പൊ ഞാൻ വന്ന് നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളെ കാണുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ദുഃഖമല്ല ഉണ്ടാവുന്നത്, സന്തോഷമാണ് യേശുവിനെ കാണുന്നത്. നിന്റെ കണ്ണീരല്ല യേശുവിനെ കാണുന്നത്, നീ സന്തോഷിച്ച് നിൽക്കുന്നത് കാണണം. ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചു, കടബാധ്യത അനുഭവിച്ചു, രോഗം അനുഭവിച്ചു, ക്ഷീണം അനുഭവിച്ചു, തള്ളപ്പെടല്, ഒറ്റപ്പെടല്, ഇതൊക്കെ അനുഭവിച്ചിട്ട് നിന്റെ ആയുസ് അല്ലെ നീ മരിച്ചു പോയെങ്കിൽ ഹല്ലേലൂയ, കർത്താവിനെ നീ മുഖാമുഖം കാണുമ്പോ ഹല്ലേലൂയ, ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ അകത്തുള്ള യഥാർത്ഥ സന്തോഷം നിന്നിൽ കാണണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചോദിച്ചത്, എല്ലാവരും രോഗസൗഖ്യം വന്നാണോ? അല്ല. എല്ലാവരും കടബാധ്യതയൊക്കെ മാറി നോക്കി? അല്ല. ക്രിസ്ത്യൻ ലൈഫിന്റെ അകത്ത് കർത്താവ് നിനക്കോ എനിക്ക് വേണ്ടി എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അത് നിന്റെ മേൽ വരും. അത് സാമ്പത്തിക അനുഗ്രഹമാണെങ്കിലും കുടുംബത്തിലെ സമാധാനമാണെങ്കിലും കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ നീ കർത്താവിനോട് അല്ലെ ചോദിക്കേണ്ടതിനെ അറിയിക്കേണ്ടതിനെ അറിയിക്കാനും ചോദിക്കേണ്ടതിനെ ചോദിക്കുവാനും ഉള്ള വ്യക്തിപരമായ ഒരു ബന്ധം ഉളവാകണം. അല്ലെ യേശു പറഞ്ഞു, നിങ്ങൾ എത്രയധികം അല്ലെ ചോദിച്ചാൽ അല്ലെ പരിശുദ്ധാത്മാവൻ എത്ര അധികം തരുന്നു, പിതാവ് എത്ര അധികം തരുന്നു യേശു തന്നെ പറഞ്ഞു. അപ്പൊ ചോദിക്കണമെങ്കിൽ ഒരു ബന്ധം വേണം. പരിചയമില്ലാത്ത ആളെടുത്ത് പോയി ചോദിച്ചാൽ എന്താ കാര്യം? നോക്കി. അപ്പൊ നിന്നെ വ്യക്തിപരമായി അറിയുന്ന, നിന്റെ ലൈഫ് സ്റ്റൈൽ അറിയുന്ന, നിന്റെ ചിന്തകളെ അറിയുന്ന കർത്താവുമായിട്ട് നിനക്കൊരു ബന്ധം വരണം. ആ ബന്ധം എന്ന് പറയുന്നതാണ് ആത്മീകമായ ബന്ധം. കാരണം ദൈവം ആത്മാവാകുന്നു. ഇവിടെ ആ ആത്മീക ബന്ധത്തിന്റെ അകത്തെ ഒരു പോയിന്റാണ് സന്തോഷം എന്ന് പറയുന്നത്. അത് മുഖ്യ ഘടകമാണ്. അതാണ് 16:22 യേശു പറയുന്നത്. നമ്മൾ വായിച്ചു മനത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിൽ ഞാൻ പിന്നെയും നിങ്ങളെ കാണും, ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കേട്ടോ, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് നോക്കിക്കേ. നിങ്ങളുടെ സന്തോഷം ഒരു പിശാചിനും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ സന്തോഷിച്ചാൽ, ഇന്ന് ഇല്ലായ്മയിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ആളുകൾ ഞെരുക്കത്തിൽ സന്തോഷിക്കാൻ പഠിച്ചാൽ, ഒരു പിശാച് തന്നെ കൺഫ്യൂഷൻ ആക്കാം. ഇവിടെ ഞാൻ എന്തോരം ഞെരുക്കുന്നോണ്ടിരിക്കുക, എത്രയൊക്കെ പ്രശ്നമുണ്ടെന്നാലും ഇവൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക, കൂളായിട്ട് ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടം കൊണ്ടെന്ന് ഇങ്ങനെ ഞെരുക്കുമ്പോ ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, ഹല്ലേലൂയ. അതെന്താണെന്നറിയോ? കർത്താവ് ഉള്ളിലുള്ളതുകൊണ്ടാ, യേശു ഉള്ളിലുള്ളതുകൊണ്ടാ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഹല്ലേലൂയ, ആത്മീയമായ പക്വത. വാദർന്ന് പറ, ആത്മീയമായ പക്വത. ഹല്ലേലൂയ. ആത്മീയ പക്വത എന്ന് പറയുമ്പോ ക്രിസ്തുവിൽ വളരുക, സ്ഥിരത കാണിക്കുക. അപ്പൊ ആത്മീയ പക്വത എന്ന് പറയുന്നത് വളരുകയും ചെയ്യും, സ്ഥിരത കാണിക്കുകയും ചെയ്യും. ആത്മീയ തലത്തിൽ നോക്കി, ഭൗതിക തലത്തിലുള്ളതിനേക്കാൾ വളർച്ചയുള്ളതായി കാണപ്പെടണം നിന്റെ ആത്മീയ ലൈഫ്. നിന്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് നോക്കുമ്പോ അവിടെയാണ് ഈ ഫലങ്ങൾ കാണേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് നിന്റെ അടുക്ക് വരുമ്പോ നിനക്ക് കാറുള്ളതും വലിയ വണിമാളികളുള്ളതും വീടുള്ളതും കുറെ ബിസിനസ് ഉള്ളതും ആ കമ്പനി അല്ലെ വലിയ കമ്പനിയൊക്കെ ബിൽഡ് ചെയ്ത് അതിനകത്ത് 10, 20, 200 പണിക്കാരുള്ളതായിട്ട് കാണുന്നതല്ല. ക്രിസ്ത്യൻ ലൈഫിന്റെ അകത്ത് നിന്റെ സ്പിരിച്വൽ ലൈഫില് ഹല്ലേലൂയ പക്വത വരണം. അതായത് വളർച്ച പ്രാപിക്കണം. ദൈവത്തിന്റെ വചനങ്ങളിലുള്ള ആത്മീയ മർമ്മങ്ങളെ ആരായുവാൻ, അതായത് ദൈവത്തോട് ചോദിക്കുവാൻ ഉള്ള വളർച്ച വരണം. കുഞ്ഞിന് വിശക്കുമ്പോ, കുഞ്ഞുമാവൊക്കെ വിശക്കുമ്പോ എങ്ങനെയാ? ലേ എന്ന് കരയോ അല്ലേ?
ഏതെങ്കിലും കുഞ്ഞുമാവിന്ന് പറയുമോ അമ്മേ പാല് കായോ എന്ന് പറയുന്നത് കേട്ടോ? കുഞ്ഞി തൊട്ടിൽ കിടന്നു ഇല്ല, പറയുന്നില്ല. കാരണം അതിന്റെ വളർച്ചയുള്ളൂ. എന്നാൽ മുതിർന്ന ഒരു മകനാണെങ്കിൽ അല്ല മകളാണെങ്കിൽ എങ്ങനെയായിരിക്കും പാല് കഴിക്കുന്നത്? ലേല എന്ന് പറയുമോ? ഇല്ല. പിന്നെ എങ്ങനെയാ? ലേല എന്ന് കരഞ്ഞാ അമ്മ പാത്രം അല്ലേ? പിന്നെ എങ്ങനെയാ കരയുന്നേ? അമ്മ എനിക്ക് പാല് വേണം അല്ലേ? ചോദിക്കും. ക്ലാരിറ്റി ഉണ്ടാവും. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും. നിന്റെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ അല്ല, സംശയമല്ല, വ്യക്തത ഉണ്ടാവും. ചോദിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരുമ്പോ അതിനെ ഗ്രഹിക്കുവാനുള്ള തലം ദൈവം നിന്നിൽ വളർത്തും. സ്നാനപ്പെട്ട ഓർമ്മയുടെ പരിശുദ്ധ പ്രാവനെ കണ്ടില്ലല്ലോ ചിലവര്. വളർച്ചയ്ക്കൊരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. എന്റെ ഹൃദയം അത് പ്രായം കൂടുന്തോറും അല്ല. ഹല്ലേലൂയ. വളർച്ച എന്ന് പറയുന്നത് സ്നാനപ്പെട്ടിട്ട് 10 കൊല്ലം മുമ്പ് സ്നാനപ്പെട്ടു, അല്ലെ 20 കൊല്ലം മുമ്പ് സ്നാനപ്പെട്ടതോ ബ്രദറെ ഇപ്പൊ താടിമുടിയൊക്കെ വെളുത്തു എന്ന് പറയുന്ന പരിപാടിയല്ല. അങ്ങനെ പ്രായം കൂടിയതുകൊണ്ടല്ല പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നത്. കർത്താവിന്റെ കൂടെ നടക്കുമ്പോഴാണ്, യേശുവിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിന് വേണ്ടി തീരുമാനമെടുത്ത് നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ചിലത് പഠിപ്പിക്കുന്നത്. അതൊരു പാസ്റ്ററുടെ കീഴിൽ പോയി ഇരുന്നാലും പഠിക്കാൻ പറ്റത്തില്ല. ഹലോ ആമേൻ ഹല്ലേലൂയ. ഒരു പാസ്റ്റർക്ക് വേറൊരു പാസ്റ്ററെ പാസ്റ്ററാക്കാൻ പറ്റത്തില്ല. ഹലോ, ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദി നെയിം ഹല്ലേലൂയ. ജൂനിയർ സീനിയർ കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ പാടില്ലെന്ന്. ജൂനിയർ സീനിയർ എന്നൊക്കെ പറഞ്ഞു വാണിംഗ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. സമയമില്ല, ഞാൻ അടുത്ത പ്രാവശ്യം എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ വിഷയമല്ലാത്തത് കൊണ്ടിട്ട് പറയുന്നില്ല. അല്ല, ജൂനിയർ സീനിയർ എവിടെന്ന് കർത്താവ് പറഞ്ഞോ? കർത്താവ് പറഞ്ഞോ എന്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ നോക്കി എനിക്ക് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ നിന്റെ കൂടെ ഇരിക്കുന്നവൻ ശുശ്രൂഷിക്കട്ടെന്ന് പറഞ്ഞത്. അവന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവന് വേണ്ടി ശുശ്രൂഷിക്കാനാ പറഞ്ഞത്. നിന്റെ കൂടെയുള്ള സഹോദരനെ നിന്നെ തന്നെ താഴ്ത്താനാ പറഞ്ഞത്. വലിയ ആളുകൾ ഉഗ്രനാണ്, സൂപ്പറാണ്, അത് ദൈവത്തിന്റെ ആത്മാവല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് അനേകർ തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാ ചിലവര് കണ്ണു പറഞ്ഞു അയ്യോ വലിയ പള്ളി മേടെ പട്ടുമേട ഓക്കെ. ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദി നെയിം. അവിടെ അല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ ആമേൻ. ആത്മീയ പക്വത അത് ക്രിസ്തുവിൽ വളരുക എന്നുള്ളതും സ്ഥിരത പ്രാപിക്കുന്നത്. സ്ഥിരത സ്ഥിരത ഹല്ലേലൂയ അല്ലെ? വളർച്ച തികഞ്ഞവരും അല്ലെങ്കിൽ സ്ഥിരത പ്രാപിച്ചവരും. എന്നാൽ നോക്കിയേ, ചിലർക്കൊരു ധാരണയുണ്ട് പാപമില്ലാത്തതായിരിക്കും വളർച്ച എന്ന് പറയുമ്പോൾ. അല്ലാതെ പാപ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിങ്ങനെ മാറി നോക്കിയേ അല്ലെ? പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ പാപമായിട്ടൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവരും ഇങ്ങനെ വിശുദ്ധന്മാരുടെ എല്ലാവർക്കും ബലഹീനതയുണ്ട് മോനെ. ഹല്ലേലൂയ. എന്നാൽ ആ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ് ദൈവത്തിന്റെ ശക്തി. എല്ലാം തികഞ്ഞവരാരുമില്ല. അത് എത്ര വലിയ പാസ്റ്ററാണെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ എല്ലാവർക്കും ബലഹീനത ഉണ്ട്. ഹല്ലേലൂയ ആമേൻ. എന്നാൽ ആ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒന്നുണ്ട്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആമേൻ ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ. അവിടെയാണ് പാപമില്ലാത്തവർ എന്നതിലുപരി നോക്കി പഠിച്ചോണം. പാപമില്ലാത്തവർ എന്നതിലുപരി ആത്മീയമായി പക്വത പ്രാപിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം. നോക്കിയേ, ഞങ്ങളൊക്കെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് പാപം നോക്കി. പാപം ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. നോക്കി, ചിലവരൊക്കെ പാപം ചെയ്തിട്ട് മുണ്ടാൻ നടക്കുക, തഴമ്പിച്ചു. ഹല്ലേലൂയ. പിന്നെ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ട് എങ്ങനെയൊക്കെ വെള്ളം ഊഷിട്ട് ഇങ്ങനെ നടക്കുക. ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ ആമേൻ ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. മോനെ ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 5:48 വാക്യം വായിച്ചു. 5ാം അധ്യായത്തില് 48 വായിച്ചു.
വായിക്കാമോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ. എങ്ങനെയാണ്? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ്, വേറെ അങ്ങോട്ട് നോക്കണ്ട, സ്വർഗീയ പിതാവിലേക്ക് ഒന്ന് നോക്കിക്കേ. ആ പിതാവിലേക്ക് നോക്കിയിട്ട് വചനം ഒന്ന് ശ്രദ്ധിച്ചോണം. അവിടെ പറയുവാണ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ സൽഗുണപൂർണ്ണനായിരിക്കുന്ന പിതാവായ ദൈവം, സൽഗുണപൂർണ്ണനായിരിക്കുന്ന പിതാവായ ദൈവം ആയിരിക്കുന്നത് പോലെ. കണ്ടല്ലോ, ഇത് നിങ്ങളോ. ഇപ്പൊ പോയിന്റ് ചെയ്യുന്ന അങ്ങോട്ടാ, പിതാവിലേക്ക് പറഞ്ഞു, ഇനി നിങ്ങളിലേക്ക് വായിച്ചത്. അപ്പൊ കർത്താവ് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ നിങ്ങളും ആയിരിക്കാനാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉറപ്പിച്ചോണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാർ മേടിക്കുന്നത്, വീട് മേടിക്കുന്നത്, ഇതൊന്നും അല്ല ഇവിടെ വിഷയം. ഹല്ലേലൂയ. സമൃദ്ധിയൊക്കെ വേണം, അത് കർത്താവ് തരും, ഒരു സംശയം വേണ്ട. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ലോകത്തെ സകലതും നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? നോക്കിയേ, ആത്മീയ വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ, ഞാൻ വർഷം പറയാൻ പള്ളി പോകുന്നു, പ്രാർത്ഥനക്ക് പോകുന്നു, കൂട്ടായ്മ വരുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. മറിച്ച് ആത്മീയമായി നിനക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. അവിടെയാണ് സ്ഥിരത നഷ്ടപ്പെട്ടു പോകുന്നത്. വല്ലപ്പോഴും പ്രാർത്ഥന കൂടിച്ചു പോകുന്ന പരിപാടിയല്ല, സ്ഥിരത വേണം. സ്ഥിരത വേണം എന്ന് പറയാം. അപ്പൊ പരിശുദ്ധാത്മാവോടത്താണ് എന്ത് വരുന്നത്? സ്ഥിരത വരുന്നത്. സ്ഥിരത ഉള്ളവർ ഉപവസിക്കും. അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ടൈം അല്ലെങ്കിൽ ഒരു മാസം വരുമ്പോഴോ അല്ല, അവന് പേഴ്സണൽ ലൈഫിന്റെ അകത്ത്, ക്രിസ്ത്യൻ ലൈഫിന്റെ അകത്ത് അവൻ ഉപവസിക്കും. അപ്പൊ ഉപവാസവും പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നതിന്റെ അടയാളമാണ്. വ്യക്തിപരമായ ഉപവാസം പ്രാർത്ഥന. ചിലരൊക്കെ ഹല്ലേലൂയ ഉപവസിക്കാൻ പറയുമ്പോഴാണ് ഉപവസിക്കുന്നത്. അങ്ങനെയല്ല. നിനക്ക് ഹൃദയത്തിൽ കർത്താവിന് കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉപവാസം പ്രാർത്ഥനയോട് കൂടെ ഇരുന്നോണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ച് 48. ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണൻ ആയിരിപ്പിൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പിതാവായ ദൈവത്തിന്റെ ക്വാളിറ്റി പുത്രനിലുണ്ട്. അത് പറഞ്ഞത് യേശുക്രിസ്തുവിനുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും കാണട്ടെ, ആയിരിക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ പിതാവായ ദൈവം സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൽ ആ പൂർണ്ണത ദൈവം വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനും നീയും അതേ പുത്രത്വത്തിന്റെ ആത്മാവിലാണ് ദൈവം നിറച്ചിരിക്കുന്നത്. നാം എല്ലാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന അതേ പുത്രത്വത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ സ്വർഗീയ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ വകയുണ്ട്. ഹല്ലേലൂയ. അത് വല്ലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പോകുന്ന പരിപാടിയാണ്. മറിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൽ ഒരു സ്ഥിരത വേണം. Hallelujah. Blessed be the name. Amen. Hallelujah. Ephesians chapter 4:13 വാക്യം വായിച്ചുമേ. എഫെസ്യർ 4:13. 4:13 വായിക്കാമോ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്ക്. ശ്രദ്ധിച്ചു വായിച്ചോളൂ. അണ്ടർലൈൻ ചെയ്തോണം. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ആത്മീയമായിട്ട് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വായിക്കണം. സ്തോത്രം. അത് മാർക്ക് ചെയ്തിട്ട് പോയാൽ പോരാ. നിങ്ങളെ കർത്താവ് വളർത്തുന്നുവെങ്കിൽ, സ്ഥിരപ്പെടുത്തുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്. ഓക്കേ, ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്ക്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, ശ്രദ്ധിച്ചോ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കാണെന്ന്. അപ്പൊ അതേ സഭക്കകത്താണ് നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭക്കകത്ത് ദൈവം എന്നെയും നിന്നെയും ആക്കി
ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ യേശുക്രിസ്തുവിനുള്ള അതേ ആത്മാവ് തന്നെയാണ് ദൈവം. അല്ലേ? എങ്ങനെയുള്ള ആത്മാവാ? നാം എല്ലാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്, പുത്രൻ എന്നുള്ള അവകാശത്തിന്റെ ആത്മാവാ. ആമേൻ. അവിടെയാണ് വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു പോണത്. വിശുദ്ധന്മാരുടെ ശുശ്രൂഷയുടെ വേണ്ടി ക്രിസ്തുവിന്റെ ശരീരത്തിൽ ആത്മീയ വർധനയ്ക്ക് വേണ്ടി മോനെ 2 പത്രോസ് അതിന്റെ 3:18 വായിച്ചു. 2 പത്രോസ് 3:18. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. കേട്ടോ, അവിടെ പറയുന്നത് വളരുവിൻ. എന്തിലേക്കാ? കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ. നോക്കിയേ, അപ്പൊ കർത്താവും രക്ഷിതാവുമായിട്ടുള്ള യേശുക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിൽ വളരാനാ പറഞ്ഞത്. അപ്പൊ ആത്മീയമായി വളരുക എന്ന് പറയുമ്പോ അത് യേശുക്രിസ്തു ഇല്ലാതെ അല്ല. ഹല്ലേലൂയ. നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥനകളെ സ്ഥിരീകരിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ ഉറപ്പിച്ചോണം. ഹല്ലേലൂയ. കാരണം വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ പിതാവിനോട് ചോദിച്ച് അയക്കുമെന്ന് പറഞ്ഞത് യേശുവാ. നിങ്ങളെ അറിയിച്ചത് യേശുവാ. അല്ലെ? ഞാൻ പിതാവിനോട് ചോദിക്കുകയും അല്ലെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുകയും ചെയ്യുന്ന നിങ്ങളെ അറിയിച്ചത് ആരാ? യേശു. അപ്പൊ യേശുവിന്റെ നാമത്തിലാണ് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ വെളിപ്പെടേണ്ടത്. ആമേൻ. സ്തോത്രം. Blessed be the name. Hallelujah. Thank you Lord. Hallelujah. എന്തൊക്കെയാണ്? വളരുക, ആത്മാവിൽ വളരുക, ആത്മാവിൽ സ്ഥിരപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. അതായത് രണ്ടാമത്തെ പോയിന്റ്. Blessed be the name. സ്തോത്രം. മൂന്നാമത്തെ പോയിന്റ് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ് ആണ് ഐക്യം. ഐക്യം. അതായത് ഏക മനസ്സുള്ളവരായിരിക്കും. പലരും പല ചിന്തയിൽ നടക്കുന്നുണ്ട്. ഇന്ന് സഭകളിൽ പോലും പലർക്കും പല ചിന്താഗതിയാണ്. ചിലർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണമെന്നുള്ള ആഗ്രഹം, ചിലർ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണേ, എന്നോട് കർത്താവ് ഇടപെടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. ചിലർ കാഴ്ച കാണാൻ വരുന്നവരുണ്ട് ആരാധന നടക്കുമ്പോ. ഹല്ലേലൂയ. 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 ചിലർ ആരുടെയും നിർബന്ധത്താൽ വരുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന ഐക്യം, അവിടെ ഏക മനസ്സുള്ളവരായിരിക്കും. ദൈവത്തിന്റെ സഭയിലുള്ള ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുന്ന എവിടെയെന്നറിയോ? ഐക്യത്തിലാണ്. ദൈവജനം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ചിലവര് കുറ്റം പറഞ്ഞു നടക്കും, ചിലവര് മാറി നടക്കും, ചിലവര് ഹല്ലേലൂയ എല്ലാ ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞ് ഹല്ലേലൂയ മാറി നടക്കുമ്പോഴല്ല ഐക്യത വരുന്നത്. അതായത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക. യെരിഹോ ജെറിക്കോ വാള് താഴേക്ക് വീഴുന്നതിന് മുന്നേ കർത്താവ് പറഞ്ഞതുപോലെ അവര് ഒരുമിച്ച് ചെയ്തു. വലം വയ്ക്കാൻ പറഞ്ഞപ്പോ അവരെങ്ങനെയാ? കുറച്ചുപേര് മാറിയെന്ന്, കുറച്ചുപേർ എങ്ങനെയാണോ? അല്ല, അവർ ഒരുമിച്ച് കൊണ്ടേ ഒച്ചയുണ്ടാക്കാൻ പറഞ്ഞപ്പോഴേക്കും ആർപ്പിടാൻ പറഞ്ഞപ്പോ അവരെങ്ങനെയാ? ഒരുത്തർ മാത്രം നിന്ന് ആർപ്പിട്ടോ? ഇല്ല, അവരെല്ലാവരും ഒരുമിച്ച് എന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചപ്പോ യെരിഹോ മതിലിടിഞ്ഞു വീണെങ്കിൽ. ദൈവജനമേ, ആ യൂണിറ്റി ഇന്ന് കൂട്ടായ്മകളിലും സഭകളിലും കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം അറിയോ, അവിടെ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. ചിലവർ വിചാരിക്കണേ നമുക്ക് അത്രയൊന്നും വേണ്ട. അല്ല, കഴിഞ്ഞ ആളെ ദിവസം പറഞ്ഞ പോലെ അല്ലെ, വീട് വലിയ വീടൊക്കെ ആഗ്രഹം, പക്ഷെ ഒരു കുഞ്ഞുമുറി, ഒരു കുളിമുറി, ഒരു അടുക്കളയും മതി എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല. നിന്റെ ആഗ്രഹം അല്ലെ ഹൃദയത്തിൽ ഒന്ന് വെച്ചിട്ട് പുറമെ വേറെ പ്രകടിപ്പിക്കാനല്ല. എങ്ങനെയാണോ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ ഇരുന്നോണം, അതുപോലെ തന്നെ പുറമേ കണ്ടോണം.
Amen. Blessed be the name. Hallelujah. അപ്പോ സഭകളിൽ അല്ലെങ്കിൽ സഭക്കകത്ത് ക്രിസ്തു യേശുവിന്റെ ശരീരമാണ് സഭ. എത്ര പേർക്ക് അറിയാം? അപ്പോ ആ ശരീരത്തിന്റെ അകത്ത് ശക്തി വെളിപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം? അല്ലെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കാല് വേറെ മാറിക്കിടന്നിട്ട് ശരീരമാണെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. അല്ലെ, കണ്ണ് വേറെ മാറിക്കിടന്നിട്ട് കണ്ണ് പറയുവാണ് ഞാൻ പൗലോസ് ആണെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഹല്ലേലൂയ. കൈ വേറെ മാറിക്കിടന്നിട്ട് പറയാണ് ഞാൻ പൗലോസ് ആണെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഈ അവയവങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു ശരീരമാകുന്നുവെങ്കിൽ യേശുവിന്റെ ശരീരമാകുന്ന സഭക്കകത്തും ദൈവമക്കളുടെ യൂണിറ്റി വെളിപ്പെടണം. അതില്ല എങ്കിൽ അല്ലെ, നേരത്തെ പറഞ്ഞ വെല്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നിടത്തൊന്നും ദൈവത്തിന്റെ ആത്മാവ് അറിയാതെ. ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്ന സഹോദരൻ മുഖത്ത് നോക്കി ചിരിക്കാൻ പോയി പേടിയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ആത്മാവല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താൻ തന്നെ ഇറങ്ങി നിൽക്കും ഇങ്ങനെ, നീ മുണ്ടിയേക്കല്ലേ, കൈ കൊടുക്കല്ലേ. ഹല്ലേലൂയ. Blessed be the name. Hallelujah. Blessed be the name. അല്ലേ, ആളുകളുടെ രൂപവും ഭാവവും ഒക്കെ നോക്കിയിട്ട് വിലയിരുത്തുന്ന സ്തോത്രം. Hallelujah. Blessed be the name. Hallelujah. 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 സ്തോത്രം. Hallelujah. സാംസ് 133 ചാപ്റ്ററിന്റെ 1 വാക്യം വായിച്ചു മനെ. സങ്കീർത്തന പുസ്തകം 133 അധ്യായം അതിന്റെ 1 വാക്യം വായിച്ചു. ഐക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ശ്രദ്ധിച്ചോ, സഹോദരന്മാര് ഒരുമിച്ച്, യൂണിറ്റി. ആ ഒരുമ നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടില്ല. നോക്കിയേ, നിനക്ക് പല പ്രശ്നങ്ങളായിരിക്കും, പലർക്കും പല വിഷയങ്ങളായിരിക്കും. കടബാധയായിരിക്കും, മറ്റൊരു രോഗമായിരിക്കും, മറ്റവന് കുടുംബ പ്രശ്നമായിരിക്കാം, മറ്റവന് വേറെ എന്തെങ്കിലും വിഷയമായിരിക്കാം. ഹല്ലേലൂയ. എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ദൈവത്തിന്റെ ശക്തി അവിടെ ഇറങ്ങുമ്പോ പിന്നെ ഒരു പ്രശ്നം അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ചെങ്കടലിന്റെ മുമ്പിൽ ദൈവജനം വന്നപ്പോ അവര് പല പ്രശ്നത്തിലിരുന്നവരായിരിക്കും. എന്നാൽ അവർക്കെല്ലാവർക്കും മൂല കാരണമായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ദൈവമായിട്ട് ബന്ധപ്പെടാനുള്ള തടസ്സം, ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തതിനുള്ള തടസ്സം. അതുകൊണ്ട് മോശെ മുഖാന്തരം ദൈവം ഫറവോന്റെ അടുക്കൽ അയച്ചിട്ട് പറഞ്ഞത്, എന്റെ ജനത്തെ മരുഭൂമിയിൽ എന്നെ ആരാധിക്കേണ്ടതിന് വിട്ടുകൊടുക്കാൻ. അപ്പൊ യൂണിറ്റി വരുമ്പോ ആരാധന വരും. ദൈവം ആരാധിക്കേണ്ട സമയത്ത് ഒരുത്തം മാറിയെന്ന് ചാരി എന്ന് മുക്കിൽ വന്നിട്ടുണ്ട് കാട്ടിക്കൊണ്ടിരിക്കുകയല്ല. ആരാധിക്കേണ്ട സമയത്ത് കയ്യൊക്കെ അടിച്ച് തുള്ളിച്ചാടി സന്തോഷത്തോടെ ആരാധിച്ചോ. Hallelujah. Blessed be the name. കാരണം അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞു, നാനാവിധ പ്രശ്നങ്ങളായിരിക്കും, നാനാവിധ ആളുകൾക്ക്. എന്നാൽ അവിടെ ചെങ്കടലിന്റെ അനുഭവം ദൈവം കൊടുത്തെങ്കിൽ ഒരുത്തം പോലും നഷ്ടപ്പെടാണ്ട അങ്ങനെ ദൈവം ഉദ്ദേശിച്ചു. ഹല്ലേലൂയ. ശത്രുവിനെ അതേ ചെങ്കടലിലെ ഹല്ലേലൂയ തന്നെ ദൈവം മുക്കിയും കളഞ്ഞു. നീ എന്ത് വിഷയമാണോ, പലർക്കും പല വിഷയം ഉണ്ടാകും, പക്ഷെ അതെല്ലാം ചെങ്കടലിൽ മൂടിപ്പോയി. മൂലകാരണമായ വിഷയം ദൈവം മൂടിക്കളഞ്ഞപ്പോ അവരെല്ലാം അതിൽ ഫ്രീ ആയി. പിന്നെ ഉള്ളത് കർത്താവായിട്ടാണ്. മിസ്രൈമുമായിട്ടുണ്ടായിരുന്ന ബന്ധം വിട്ടിട്ട് പിന്നെ ഉള്ള ബന്ധം കർത്താവിൽ വെളിപ്പെട്ടു. നോക്കിക്കേ, പിന്നെ നിങ്ങളുടെ ഹൃദയ കഠിനം പോലെ ഇരിക്കും. പ്രാർത്ഥനക്ക് വരണോ, ആരാധിക്കണോ, നോക്കിയേ, അത് കഴിഞ്ഞുണ്ടായ കുട്ടികൾ നമുക്കറിയാം. ഹല്ലേലൂയ. ഇന്നും ദൈവം അതുപോലെയാണ് ഇടപെടുന്നത്. Blessed be the name. Hallelujah. ഒന്ന് വായിച്ചു പറയാം. ഒന്ന്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. ഒരുമിച്ച് നിൽക്കുക, അതിനൊരു ഭംഗിയുണ്ട്. പ്രവാചകനെ കൊണ്ട് അസ്ഥിതാഴവരെ നിർത്തിയ ദൈവം ഓരോ അസ്ഥികളായിട്ടല്ല എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരുത്തനെ നിർത്തിയിട്ട് ഞാൻ പടയാളിയാണെന്ന് പറഞ്ഞില്ല.
നോക്കിയപ്പോ പ്രവാചകൻ നോക്കിയപ്പോ അസ്ഥി കൂടങ്ങളുടെ ഒരു കൂമ്പാരോ, അസ്ഥി താഴ്വരക്കകത്ത് അസ്ഥി ചെതറിക്കിടക്കുന്ന ആരുടെയാണ് എന്തോ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത തരത്തിലുള്ള അസ്ഥിയുടെ ഒരു കൂട്ടം. എന്നാൽ അവിടെ ദൈവത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റുന്നത് ഒറ്റയ്ക്കല്ല, ഒരു വലിയ സൈന്യമായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചു. അവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. നോക്കിയേ, അപ്പൊ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല. നോക്കിയേ, ദൈവത്തിന്റെ സഭക്കകത്ത് കൂട്ടായ്മക്കകത്താണെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ പഠിച്ചോണം. മറ്റൊരുത്തിന്റെ വിഷയം അവന്റെ വിഷയം എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല വേണ്ടത്. അവന് കളവാദം ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ ഓർക്കണം. അവന് രോഗമുണ്ടെങ്കിൽ നീ ആ വിഷയത്തിൽ നീ ഓർത്തയുടെ എന്റെ സഹോദരന്റെ രോഗം, എന്റെ സഹോദരന്റെ കളവാദ കർത്താവേ അവിടെ ഇടപെടണമേ എന്ന് പറയുന്നത് അവിടെ യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. നോക്കി, ഹല്ലേലൂയ. അല്ലാതെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ ആലോചനകളെ നിരസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് പുറകോട്ട് നടക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവ് അതിനെ നടത്തുന്നു. അതുകൊണ്ട് പറയുന്നത് സ്നാനപ്പെട്ട ഉടനെ നോക്കി ഹല്ലേലൂയ കാത്തിരിക്കണം കർത്താവിന്റെ കൂടെ. ഉപവാസത്തിലും പ്രാർത്ഥന കർത്താവോട് ചോദിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന് ചിലപ്പോ കാലപ്പഴക്കം വന്നേക്കാം, സാരമില്ല. ഹല്ലേലൂയ. നല്ല കാലം പഴക്കും തോറും വീഞ്ഞിന്റെ അല്ലെങ്കിൽ വൈനിന്റെ ക്വാളിറ്റി കൂടുമെന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അത് ഇരിക്കും തോറും അത് പഴകും തോറും ഹല്ലേലൂയ അതിന്റെ ക്വാളിറ്റി വർദ്ധിക്കുമെന്ന് പറയും തോറും ഹല്ലേലൂയ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:2 മൂന്ന് വായിച്ചോ. ഫിലിപ്പിയർ 2:2 ഹല്ലേലൂയ. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഏകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി. ശ്രദ്ധിക്കണം, ഏകഭാവമുള്ളവരായി. ഏകഭാവം ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. വായിച്ചോ. ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കി. കണ്ടോ, ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കിക്കൊള്ളുവിൻ. ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കിക്കൊള്ളുവിൻ. അപ്പൊ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കണമെങ്കിൽ യൂണിറ്റി കാണിക്കണം, കൂടെ നിൽക്കണം, പ്രാർത്ഥനയിൽ കൂട്ടായ്മ കാണിക്കണം, മാറി നടക്കുമ്പോഴല്ല, കുറ്റം പറയുമ്പോഴല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കാര്യം ഒരു അഡ്വൈസ് തന്നോടെ ചേർന്ന് നടക്കാൻ പഠിക്കണം. ഇന്നത്തെ പോലെ ചെയ്യാൻ പറഞ്ഞ ശരി ബ്രദറെ അല്ലെങ്കിൽ ശരി പാസ്റ്റർ എന്ന് പറഞ്ഞ് കൂടെ നടക്കാനുള്ള മനസ്സുള്ളവരെയാണ് കർത്താവ് ശക്തിപ്പെടുത്തുന്നത്. അവിടെയാണ് അവന്റെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കുന്നത്. ഹല്ലേലൂയ. Blessed be the name. Hallelujah. Ephesians chapter 4:3 വായിച്ചോമേ. എഫെസ്യർ എഴുതിയ ലേഖനം 4:3 വാക്യം. ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു നിങ്ങൾ കൂട്ടായ്മയൊക്കെ കാണിക്കണം, പക്ഷെ ഇപ്പൊ പറയണം ആത്മാവിന്റെ ഐക്യത. എന്താണ്? വാദം പറ. ആത്മാവിന്റെ ഐക്യത. ഒരു ആത്മാവിലും ഒരു കൂട്ടായ്മ വരും. നിങ്ങളെ ഈ ലോകത്തെ ഏത് ദേശത്ത് പോയത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയായിട്ട് നിങ്ങൾക്ക് ആത്മാവിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. നീ അവിടെ വെച്ചൊന്ന് കരയുവാണെങ്കിൽ നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തും. ഓ, എന്റെ സ്വഭാവത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അത് ആത്മാവിന്റെ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദർ ഇല്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അത് ആത്മാവിന്റെ ഐക്യത ഉള്ളതുകൊണ്ടാണ്. അവിടെ നിനക്ക് റോങ് ഡയറക്ഷൻ എന്നുള്ളത് മാറിയിട്ട് റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള കൃപ ദൈവം തരും. ചിലപ്പോൾ നീ വഴി തെറ്റിയായിരിക്കും ഇരിക്കുന്നത്. ഒരു യാത്ര പോവാണ്, പെട്ടെന്നായിരിക്കും ഡയറക്ഷൻ. അയ്യോ ഹല്ലേലൂയ. ചിലവര് അനുഭവം പങ്കുവെക്കുന്നവരുണ്ട് അങ്ങനെ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. യോഹന്നാന്റെ സുവിശേഷം 17:21 വായിക്കാമോ? യോഹന്നാന്റെ 17-ാമത്തെ അധ്യായം അതിന്റെ 21. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. അവരെല്ലാവരും എങ്ങനെയാവേണ്ടത്? പരവഴിക്കാവേണ്ടതാണ് പറഞ്ഞത്. എല്ലാവരും ഇന്ന് മിക്കടത്തും ഇല്ലാത്തതാവാ. ഒരുമയില്ല. ഇന്ന് പണം ഉള്ളവൻ പണം ഇല്ലാത്തവൻ നോക്കിയേ
ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല മറ്റേ ചിലടത്തൊക്കെ ചെല്ലുമ്പോൾ മറ്റേ ടൈറ്റാനിക് പോലെയാ, മറ്റേ 3rd ക്ലാസ്, 2nd ക്ലാസ്, 1st ക്ലാസ്. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. യൂദായുടെ ലേഖനം നന്നായിട്ട് നിരുത്തി വായിച്ച തീരാവുന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, ഈ 3rd ക്ലാസ്സും 1st ക്ലാസ്സും ഒക്കെയുള്ള മനോഭാവം. ഹല്ലേലൂയ. അല്ലെ, പണമുള്ളവന് ഒരു പ്രത്യേക രീതി, അല്ലെങ്കിൽ നോക്കിയേ ഇല്ലായ്മ നോക്കിയേ, ഒരു മുഷിഞ്ഞ വസ്ത്രമുള്ളവനാണെങ്കിൽ പോലും ഇവനെ ഏതാ, ഇവനൊക്കെ ഏതാ. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ഭാഷമനത് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നു. അപ്പൊ നോക്കിയേ, ഒരുത്തന് യൂണിറ്റി കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ യേശു ക്രിസ്തുവിലായിട്ട് യേശുവിൽ അവനും ഉള്ളതുകൊണ്ടാണ്, ആ എക്സ്ചേഞ്ച് നടന്നതുകൊണ്ടാണ്. നീ ഇപ്പോ നിന്റെ മേൽ നീയല്ല ഇരിക്കുന്നത്, നിന്റെ മേൽ ക്രിസ്തു അത്രേ. അപ്പൊ നീ എവിടെ പോയി? നീ എവിടെ പോയി? നിന്റെ ക്യാരക്ടറും നിന്റെ സ്വഭാവവും ഒക്കെ അങ്ങോട്ട് കൊടുക്കണം, ആ ക്രൂശിലേക്ക് കൊടുക്കണം. അവിടെയാണ് കൈമാറ്റം നടന്നത്. ഓക്കെ, നിന്നെ അങ്ങോട്ട് കൊടുക്കണം. യേശുവേ, ആ ക്രൂശിക്കപ്പെട്ടവനായി കാണുന്ന യേശുവിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഉയർപ്പിക്കപ്പെട്ടവനായി നിൽക്കുന്ന ആ യേശു നിന്നിലേക്ക് വരും. ഹല്ലേലൂയ, ആമേൻ, ബ്ലെസ്ഡ് ബി ദ നെയിം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കേണ്ടതിനും അവരെല്ലാവരും ഒന്നാകേണ്ടതിനും പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ. നോക്കിയേ, പിതാവും യേശു ക്രിസ്തുവും ഒന്നായിരിക്കുന്ന പോലെ തന്നെ ദൈവജനമേ നീയും അല്ലെ ഒന്നായി തീരണം. നിങ്ങളും യൂണിറ്റി ഉള്ളവരായി തീരണം, ഒരുമയുള്ളവരായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ബ്ലെസ്ഡ് ബി ദ നെയിം. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നോക്കിയേ, പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാക്കാം അല്ലേ. ബ്രദറിന്റെ വിഷയം പോലെയല്ല എന്റെ വിഷയം, ബ്രദറിന്റെ വേദന പോലെയല്ല എന്റെ വിഷയം. പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വിഭജിക്കാൻ പാടില്ല. വാദം പറ, വിഭജിക്കാൻ പാടില്ലെന്ന് പറ. ദൈവസഭക്കകത്ത് വിഭജനം പാടില്ലെന്ന് പറ. ദൈവസഭക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് വിഭജനമില്ലായ്മ. ഇന്നതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവല്ല. ഒരുത്തനെങ്കിലും ഒരുത്തനെ മാറ്റിയിരുത്തുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇല്ല എന്നതിന്റെ അടയാളമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് ഈ പറഞ്ഞ വിഭജനം ഇല്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ബ്ലെസ്ഡ് ബി ദ നെയിം. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വിഭജനം പാടില്ല. ആരെയും വേർപെടുത്തി മാറ്റി നിർത്താൻ പാടില്ല. ക്രിസ്തുവിലുള്ള സഹോദരനാണെങ്കിൽ ചേർത്ത് നിർത്തിക്കോണം. ഹല്ലേലൂയ. പെട്ടെന്നൊരു പാപത്തിലാണ്, ഒരു തെറ്റ് ചെയ്തു പോയെന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ അടക്കം ആക്ഷേപിച്ചു ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന പരിപാടിയല്ല. അവന് ബോധ്യം വരുത്തണം, നീ ചെയ്ത് തെറ്റാട്ടോ. ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിലുള്ള ഭാവം. തെറ്റ് ചെയ്തവനെ അടിച്ചോടിക്കുകയല്ല, മറിച്ച് അവന് അവസരം കൊടുക്കണം. ദൈവം നമുക്ക് അവസരം തന്നില്ലേ, പിന്നെ നീ എന്തുകൊണ്ട് നിന്റെ സഹോദരന് അവസരം കൊടുക്കാത്തത്? 70 വട്ടം ക്ഷമിച്ചോളാണ് പറഞ്ഞത്. നമ്മൾ നോക്കി നമ്മുടെ സഹോദരൻ നോക്കി വരുക, ഇവൻ പോക്ക, ഇവൻ തലതെടുക്കുക. നോ നോ, കർത്താവ് നിന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു? നിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണോ? നോ, നെവർ. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. അതുകൊണ്ടാ ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, ആമേൻ. നാലാമത്തെ പോയിന്റ് സമാധാനം. പറ സമാധാനം. ഹല്ലേലൂയ. അപ്പൊ കലഹമുണ്ടെങ്കിൽ കലഹത്തിന് പകരമായിട്ട് ക്രിസ്ത്യൻ ലൈഫിന്റെ തുളവാകേണ്ടതാണ് എന്ത്? സമാധാനം. നിന്നോട് ആരെങ്കിലും കലഹിക്കാൻ വരുവാണെങ്കിൽ നീ അവരോട് എങ്ങനെ പെരുമാറണം? നീ ക്രിസ്ത്യൻ ലൈഫിൽ ദൈവ പൈതലാണെങ്കിൽ
നീ ഒരു ആത്മീയ ജീവിതത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നോട് ആരെങ്കിലും വഴക്കടിക്കാൻ വരുവാണെങ്കിൽ നീ ക്രിസ്തുവിനുള്ള ഭാവം എന്ന് പറയുമ്പോ നീ അവരോട് കലഹിക്കാൻ പോവോ? ഇല്ല, നീ സമാധാനമായിരിക്കും. ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറയും. ഐ എം സോറി ബ്രദർ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. അത് സമാധാനം. അപ്പൊ കലഹമുണ്ടെങ്കിൽ അവിടെ പകരമായി വരേണ്ടതാണ്. കലഹമുണ്ടെങ്കിൽ അവിടെ പകരമായി വരേണ്ടതാണ് സമാധാനം. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. വചനം ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുക. എങ്ങനെ എവിടെയൊക്കെയാണ് അസമാധാനം അവർക്ക് ഇപ്പൊ ഇറങ്ങി ഓടും. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:27 വായിച്ചു മോനെ. ഹല്ലേലൂയ. യോഹന്നാൻ 14:27 എളുപ്പം വായിക്കാമോ? കിട്ടിയ ആരെങ്കിലും വായിച്ചോ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു പറയുകയാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ യേശു തന്ന സമാധാനമുണ്ട്. എന്നാൽ വേറെ സമാധാനം കൂടെ ഉണ്ട്. വായിച്ചേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ലോകം തരുന്നൊരു സമാധാനമുണ്ട്. ആ സമാധാനം അസമാധാനം കൊണ്ടുവരും. അതിന് നിലനിൽപ്പില്ല, അതായത് സ്ഥിരതയില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ സമാധാനത്തിന് സ്ഥിരതയില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് ഒരു വികാരമല്ല. നോക്കിയേ അല്ലേ? സമാധാനം പറയുമ്പോൾ ഒരു പ്രത്യേക വികാരം വരുന്നതല്ല. സമാധാനം ചിലവർക്ക് പറയുന്നതായിട്ടില്ലേ, ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചു സമാധാനം. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഉള്ള സമാധാനം പോയി എന്ന് പറയുന്ന പോലെ നോക്കിയേ, ഒച്ചപ്പാടും ബഹളവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറഞ്ഞു അപ്പൊ ആ സമാധാനം, യേശു തന്ന സമാധാനം നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. യേശു പറഞ്ഞ സമാധാനം നിന്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ആ സമാധാനം നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു പിശാചിനും ആ സമാധാനം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം അവൻ തരുന്ന സമാധാനം ഡ്യൂപ്ലിക്കേറ്റ്. അതാണ് ലോകം തരുന്ന സമാധാനം അല്ലെ? പിശാച് രോഗസൗഖ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് വിഗ്രഹത്തെ ആരാധിക്കുന്നവരും ദൈവവചനത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യുന്നവനും രോഗസൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഹലോ, അവരും സാമ്പത്തിക അനുഗ്രഹം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതെങ്ങനെയാ? അപ്പൊ ദൈവമാണോ? അല്ല. ദൈവവചനത്തിനും കർത്താവിന്റെ ഹല്ലേലൂയ ആത്മാവിനും വിരോധമായിട്ട് ഏതൊരു പ്രവൃത്തിയുമുണ്ടോ അതെല്ലാം പൈശാചിക തലത്തിലുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടെയാണ് ഹല്ലേലൂയ സ്തോത്രം കലഹത്തിന് പകരം അല്ലെ ഉളവാകുന്നത് എന്താ? സമാധാനം. ആമേൻ. ഒരു വാക്യം വായിച്ചു മോനെ. ഫിലിപ്പ് ലേഖനം അതിന്റെ 4:6-7 വാക്യം ഒന്ന് വായിച്ചു. ഫിലിപ്പ് ലേഖനം 4:6-7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അല്ലെ, ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ഭർത്താവിന്റെ ആ കാര്യം, എന്റെ ലോണിന്റെ കാര്യം, എന്റെ കടബാധയുടെ കാര്യം, എന്റെ പിള്ളേരുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. തത്ത പറയുന്ന പോലെ പറയാം. അല്ല, അറിയിക്കണം. എങ്ങനെയാണെന്നറിയോ? ദൈവത്തിന്റെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം അങ്ങയുടെ ജീവിതത്തിൽ ഈ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കും, അങ്ങയുടെ നാമത്തിന്റെ മഹത്വം അങ്ങ് എടുക്കുമെന്ന് ആ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് അത് സ്തോത്രത്തോടുകൂടെ ദൈവമഹത്വത്തിനായി തന്നെ അറിയിക്കുക എത്ര വേണ്ടത്. ഹല്ലേലൂയ. എന്നോട് വായിച്ചത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നോക്കിയേ, ചിലർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിചാരപ്പെട്ട് നടക്കും. ഇതെങ്ങനെ ശരിയാവും? പ്രാർത്ഥിച്ച് അറിയിച്ചു, പ്രാർത്ഥനയിൽ കർത്താവിനെല്ലാം പറഞ്ഞാന്നേ. ഹലോ, പിന്നെ വീണ്ടും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അതിനർത്ഥം നീ കർത്താവിനെ സംശയിക്കുന്നു. എന്നാൽ സംശയിക്കാതെ
അപ്പൊ ആ വിഷയത്തെ ചൊല്ലി ഓർത്ത് അല്ലെ മക്കളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ ആ വിഷയത്തിൽ മക്കളുടെ കാര്യം എന്തോ നടക്കണോ? ഹല്ലേലൂയ. അതങ്ങനെ മാറ്റിയേക്കെ, കാരണം അത് അവിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഇനി കർത്താവിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യും, ഉറപ്പിച്ചോണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. അതിന്റെ ആവശ്യമാണെങ്കിൽ ദൈവം നിശ്ചയമായും അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ ഹിതപ്രകാരം തന്നെ കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് പറയുന്നത്, എനിക്ക് കരുണ കാണിക്കണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവത്തിന്റെ വചനം പറയുക. ഹല്ലേലൂയ. ആമേൻ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. മോനെ 7-ാം വാക്യം വായിച്ചു. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. നോക്കിക്കേ, ഇപ്പൊ പറയാണ് ദൈവസമാധാനം. സകല മനുഷ്യന്റെ ബുദ്ധിയെയും നിറഞ്ഞ് കവിയുന്ന ഒരു ദൈവസമാധാനം എപ്പോഴാ പറയുന്നറിയോ? പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോ. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ച് ഓർക്കാനേ പോകരുത്. അതൊരു സീക്രട്ടാ, അതൊരു ഡിസിപ്ലിനാണ്. നീ പ്രാർത്ഥിച്ച വിഷയത്തെ ചൊല്ലി നീ ഇങ്ങനെ ഓർത്ത് വേവലാതി പിടിക്കുവാണെങ്കിൽ നീ അത് വീണ്ടും പ്രാർത്ഥിച്ച് കർത്താവിന് ക്ഷമ ചോദിച്ചു. കർത്താവേ, എന്റെ അവിശ്വാസത്തിന് എന്നോട് ക്ഷമിക്കണമേ. അവിശ്വാസം വന്നുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ ടെൻഷൻ അടിക്കുന്നത്. കടബാധയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ എനിക്ക് വിശ്വാസമല്ല കർത്താവിനെ. നീ വിശ്വസിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുക. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുന്നത് നീ വിശ്വാസത്തിൽ കാണുക. ആ കടം നീങ്ങിപ്പോകുന്നത്, ആ രോഗം സൗഖ്യമാകുന്നത്, ഹല്ലേലൂയ, കാലുവേദന മാറുന്നത്, കർത്താവ് സൗഖ്യമാക്കുന്നത് നീ കാണുക വിശ്വാസത്തിൽ. ഹല്ലേലൂയ. ആമേൻ. വായിച്ചോണേ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 12:18 വാക്യം. റോമാലേഖനം 12:18. റോമൻ ചാപ്റ്റർ 12 and verses 18. വായിക്കാമോ? കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി. കണ്ടോ? കഴിയുമെങ്കിൽ ആഗോളം, എത്രത്തോളം നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്തോളാണ് പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? സമാധാനമായിരിക്കാൻ. ആമേൻ. അപ്പൊ അടിയുണ്ടാക്കാൻ പോകരുത്, കുറ്റം പറയാൻ പോകരുത്. ഹല്ലേലൂയ. കാരണം അത് യേശുവിന്റെ ഭാഗമല്ല. ഹല്ലേലൂയ. ആമേൻ. ആരെങ്കിലും അടിയുണ്ടാക്കാൻ വന്ന ക്ഷമ ചോദിക്കണം. ഞാൻ എന്തെങ്കിലും സഹോദര എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഐ എം സോറി എന്ന് പറഞ്ഞ് ഒഴിവായിക്കോണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചു പറഞ്ഞത്. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഹല്ലേലൂയ. ചിലർ സ്നാനപ്പെടുന്നതിനൊക്കെ മുമ്പ് പോയി ക്ഷമയൊക്കെ ചോദിക്കും, ക്ഷമിക്കട്ടെ. അത് സ്നാനപ്പെട്ട് കഴിയുമ്പോ എന്ന് പറഞ്ഞിട്ട് പോകും. ആ പരിപാടിയല്ല. പിന്നെ ബ്രൂസിലിരിക്കുന്ന പോലെ ഇങ്ങനെ സൗണ്ടൊക്കെ മാറി, പിന്നെ വീടിന്റെ അകത്ത് അല്ലെ ഫൈറ്റിംഗ് മോഡിലേക്ക് മാറി. സ്പിരിച്വൽ മോഡ് മാറി, പിന്നെ ഫൈറ്റിംഗ് മോഡാ. നിഞ്ചയൊക്കെ ഇറങ്ങി വരുന്ന പോലെയാണ് അകത്തുനിന്ന് മറ്റേ വാളും പടലേക്ക് ഇട്ട് ഇറങ്ങി വരുന്നത് അല്ലെ. നോക്കിയേ. അങ്ങനെയുള്ള താൽക്കാലികമായിട്ടുള്ള ചില നമ്പറുകൾ കാണിക്കാനല്ല കർത്താവ് നമ്മൾ വിളിച്ചത്. നമ്പർ എന്ന് ഞാൻ പറയുള്ളൂ. ഹല്ലേലൂയ. നമ്പറാണ് ചിലവരുടെ. ആ നമ്പറൊന്നും കർത്താവിനടുത്ത് ചിലവാകുകയല്ല. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. റോമ 12:18 വായിച്ചു. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 3:15. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:15 ഒന്ന് വായിക്കാമോ? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കണ്ടോ? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഇപ്പോ വാഴട്ടെ. അതായത് വാഴുക എന്ന് പറയുന്നത് വസിക്കുക എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. വസിക്കുക എന്ന് പറയുമ്പോൾ താമസിക്കുക, പക്ഷെ വാഴുക എന്ന് പറയുന്നത് അധികാരമുള്ളതാണ്, റൂൾ ചെയ്യുക. അപ്പൊ സമാധാനത്തിന് നിന്റെ ജീവിതത്തെ ഭരിക്കണം. അസൂയും കുശുമ്പും കുന്നായ്മയല്ല നിന്റെ ജീവിതത്തെ ഭരിക്കേണ്ടത്, ദൈവത്തിന്റെ സമാധാനം. ഇന്നു മുതൽ ആഗ്രഹിക്കണം, ക്രിസ്തുവിലുള്ള സമാധാനം എന്നിൽ വാഴണമേ. ആ സമാധാനം നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ, അതായത് ഏത് സമാധാനമാണ്? ലോകം തരുന്ന സമാധാനമാണോ? അല്ല, യേശു തന്ന സമാധാനം.
അത് എന്റെ ഉള്ളത്തിൽ ഇപ്പൊ പറയാണ്, വെറുതെ വസിക്കണേ എന്നല്ല പറഞ്ഞത്, വാഴണമേ. അതായത് സമാധാനത്തിന് നീ ഇടം കൊടുക്കുമ്പോ, നീ ക്ഷമിക്കേണ്ടവർക്ക് ക്ഷമിച്ചു നിൽക്കുമ്പോ, ദൈവികമായ ക്രിസ്തു യേശുവിനുള്ള സമാധാനം നിന്റെ ജീവിതത്തിൽ ശക്തി പ്രാപിച്ചിട്ട് നിന്റെ അസമാധാനത്തെ പുറത്താക്കി കളയും. അസമാധാനത്തിന്റെ മേളില് ദൈവിക സമാധാനം വാഴും. അപ്പൊ എത്രയൊക്കെ പ്രശ്നം വന്നാലും ഇങ്ങനെ കുലുങ്ങാണ്ട് ഇങ്ങനെ നിൽക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ സമാധാനം കലഹത്തിന് പകരം എങ്ങനെയാണ്? കലഹത്തിന് പകരം എന്തോ വരണം? കലഹത്തിന് പകരം എന്നാ വരണം? സമാധാനം വരണം. അതാണ് 4ാമത്തെ പോയിന്റ്, സമാധാനം. 5ാമത്തെ പോയിന്റ് സ്നേഹം. സ്നേഹം. സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? എങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുമ്പോ പരസ്പരം സ്വീകരിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് സ്നേഹത്തിന്റെ അടയാളമാണ്. എന്താണ്? പരസ്പരം സ്വീകരിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു കുറവുണ്ടെങ്കിൽ അവരൊരു അനുസരണക്കേട് കാണിച്ചു അവനോട് ക്ഷമിക്കാൻ പറ്റും, നിന്റെ അനുസരണക്കേടുകൾ നിന്നോട് ക്ഷമിക്കും. നോക്കി, അത് എന്തുകൊണ്ടെന്നറിയോ? ഒരു തെറ്റ് പറ്റുമ്പോ കുറ്റം വിധിച്ച് പോകാനല്ല, മറിച്ചെന്താ? ക്ഷമിക്കാൻ പഠിക്കും. അത് സ്നേഹം കൊടുത്താൽ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. അവിടെ പറഞ്ഞത് അല്ലേ, വഴക്കുണ്ടാക്കിയാലും സ്നേഹമുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും അവിടെ ചേർന്നിരിക്കും. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം സ്വീകരിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന അനുഭവം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:16 വായിച്ചു. അത് വായിക്കാമോ? പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു. കണ്ടോ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു. നാമും അന്യോന്യം. കണ്ടോ, ദൈവം തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകുന്ന തരത്തിലേക്ക് നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ നമ്മൾ വേറൊരുത്തിന് വേണ്ടി എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യും? മിക്കവരും ചെയ്യത്തില്ല. നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ട് വേറൊരുത്തിനെ സഹായിക്കാൻ ആരും പോകത്തില്ല. തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാൽ ദൈവം ചെയ്തതോ, തന്റെ പുത്രനെ, സ്വപുത്രനെ നമുക്ക്, എനിക്കും നിനക്കും വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ പാപത്തിന് യാഗമായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, കാൽവരി ക്രൂശിലേക്ക് ഏൽപ്പിച്ചു. ആലോചിച്ച് നോക്കി, നമുക്ക് വിലപ്പെട്ടത് നമ്മൾ കൊടുക്കുമോ? ഇല്ല. അവിടെയാണ് ഇന്ന് പലരും സ്വാർത്ഥത കാണിക്കുന്നത് കൊണ്ടാ. ചിലർ വണ്ടി മേടിച്ചാൽ തന്നെ വേറൊന്ന് ഓടിക്കാൻ കൊടുക്കും. പോട്ടെ, വണ്ടി കയറ്റാൻ പോലും ചിലർക്ക് ഇഷ്ടമില്ല. ഹല്ലേലൂയ. കാരണം ഇതെനിക്ക് മാത്രം, ഇതെനിക്കുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. നമ്മൾ ചില സ്വാർത്ഥ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്യം പറഞ്ഞത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ആമേൻ. റോമലേഖനം 15:33 ഒന്ന് വായിക്കാമോ? റോമലേഖനം 15:33 ഒന്ന് വായിക്കാം. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കണ്ടോ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് എല്ലാവരോടും കൂടെ, നിങ്ങളുടെ ആരെങ്കിലും കൂടെ ഒരുത്തിന്റെ കൂടെ ഇരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും കൂടെ ഇരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് അറിയോ? നിങ്ങളെല്ലാവരുടെയും കൂടെ എനിക്കിരിക്കണം. അത് ചെറുതെന്നോ പണക്കാരെന്നോ ദരിദ്രനെന്നോ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരു ഭിന്നപക്ഷവും ഇല്ല അവിടെ. ഒരു നോക്കിയേ, എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കണമെന്ന്. വാശിയുള്ളത് കംപ്ലീറ്റ് ചെയ്ത്. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.
അപ്പൊ ഒരു ഉറപ്പ് വേണം, സമാധാനത്തിന്റെ ദൈവം എൻ്റെ പ്രവൃത്തികളിൽ എൻ്റെ കൂടെ കാണണം. അപ്പൊ എൻ്റെ പ്രവൃത്തി എങ്ങനെയുള്ളതാണോ? സമാധാനത്തിന്റെ പ്രവൃത്തിയാണോ? അല്ലാതെ വേറെ കൊല കൊടുക്കുന്ന പ്രവൃത്തിയല്ല. വേറെ തട്ടിക്കുകയോ വെട്ടിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി സമാധാനത്തിന്റെ ആണോ? അല്ല. അർഹിക്കാത്തതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്ന പരിപാടി അതല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4:9 വായിച്ചു. ഫിലിപ്പിയ ലേഖനം 4:9 വായിച്ചു. 4:9 വാക്യം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. ഫിലിപ്പിയർ ലേഖനം 4:9 വായിച്ചു. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. ഓക്കെ. അപ്പൊ ദൈവവചനത്താലുള്ള കേൾവിയാണ്. ഓക്കെ, ദൈവവചനം നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഗ്രഹിച്ചുവെങ്കിൽ, അവിടെ പറയുന്നു നോക്കിയേ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണണം. കർത്താവ് എന്നത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ച് യൂണിറ്റി പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആഴ്ചത്തെ വചനം ഞങ്ങൾക്ക് കിട്ടി, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആവട്ടെ എന്ന് പറഞ്ഞു പോകുന്ന പരിപാടിയില്ല. അത് ചേർന്നിരിക്കാൻ പറഞ്ഞാൽ ചേർന്നിരുന്നോണം. ഹല്ലേലൂയ, ആമേൻ, ബ്ലെസ്ഡ് ബി ദ നെയിം, ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ ഇരിക്കാൻ? ചേർന്നിരിക്കണം. ഒന്ന് വായിച്ചു വാക്യം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം, കണ്ടോ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ കൂടെ സമാധാനത്തിന്റെ ദൈവം ഇരിക്കണമെങ്കിൽ പഠിച്ചത്, കേട്ടത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആമേൻ, സ്തോത്രം. അപ്പൊ നീ എന്ത് കേട്ടു എന്നുള്ളതാണ്, പുറമൊച്ചല്ല. ആമേൻ. ആത്മീയമായി കർത്താവിനോട് സംസാരിക്കുമ്പോ നിനക്ക് ആത്മീയ വർധന വരുത്തുന്ന കാര്യങ്ങളെ ചെവിതിരിച്ച് നടക്കാൻ പാടില്ല. അതിനെ ആക്സെപ്റ്റ് ചെയ്ത്, യെസ് ലോർഡ്, ഹല്ലേലൂയ, ഞാൻ എടുക്കുന്നു, ഞാൻ എന്റെ തീരുമാനം എടുക്കുവാണ്, അങ്ങ് എന്റെ കൂടെ ഇരിക്കണമേ, ഹല്ലേലൂയ, അങ്ങ് കേൾപ്പിച്ചത്, അങ്ങനോട് അറിയിച്ചത്, എന്നെ പഠിപ്പിച്ചത്, ഹല്ലേലൂയ, അതെനിക്ക് ഉപകാരപ്പെട്ടു കർത്താവേ എന്നും പറഞ്ഞതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഹൃദയം ഉണ്ടാവണം. ആമേൻ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 13:13 വായിച്ചു മോനെ. വായിക്കാമോ? 2 Corinthians 13 chapter 30 verse. വിശുദ്ധന്മാരെല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. 2 Corinthians 13:13 വന്ദനം ചൊല്ലുന്നു. നോക്കി, നേരത്തെ നമ്മൾ കേട്ടതില് 6ാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് വന്ദനം ചൊല്ലുകയാണ്. അപ്പോ ഒരു പരിചയമില്ലാത്തവനെ കാണുമ്പോഴല്ലേ പ്രൈസ് ദി ലോർഡ് സ്തോത്രം പറയുന്നുണ്ടെങ്കിൽ, എപ്പോഴും കാണുന്നവനെ പിന്നെ കാണുമ്പോൾ മുഖം മറച്ചു പോകുന്ന പരിപാടിയല്ല. അപ്പൊ വീണ്ടും ആ സഹോദരനെ കാണുമ്പോൾ സന്തോഷത്തോടെ വന്ദനം ചെയ്യണം. കർത്താവിന് മഹത്വം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം പറയണം വാ തുറന്ന്, അല്ലേ? ഹല്ലേലൂയ, അല്ലേ? യേശുവിന്റെ നാമത്തിൽ ഒരു ഹൈഫൈ ഒക്കെ കൊടുത്തോണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞല്ലേ? സ്തോത്രം, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, ഹല്ലേലൂയ, ആമേൻ. അപ്പോ പരസ്പരം വന്ദനം ചെയ്യുവിൻ. ഇതില് നമ്മൾ 4-5 പോയിന്റ് നമ്മൾ കേട്ടതില് ഒരു പ്രത്യേകതയുണ്ട്. സ്നേഹവും സമാധാനവും, അല്ലെ? 4-5 പോയിന്റില് അവിടെ ഈ സ്നേഹവും സമാധാനവും ഒരുമിച്ച് വരുമ്പോ എന്തുണ്ടാവുമെന്നറിയോ? ഈ സ്നേഹവും സമാധാനവും ഒരുമിച്ച് വസിക്കുമ്പോ, ഒരുമിച്ച് വരുമ്പോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം, അതായത് ഗോഡ്സ് പ്രസൻസ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, അവിടെ സമാധാനമുണ്ട്, സ്നേഹമുണ്ട്. ഹല്ലേലൂയ. സ്നേഹവും സമാധാനവും ഉള്ളിടത്ത്, ഒരു സഭക്കകത്ത് സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിൽ
അവിടെയാണ് സാന്നിധ്യം ഇറങ്ങുന്നത്. വഴക്കടിച്ച് ഭിന്നിപ്പ് വേർതിരിവ് കാണുന്നിടത്ത് ദൈവത്തിന്റെ സമാധാനവും ഇല്ല, സ്നേഹവും ഇല്ല, അപ്പൊ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല. പിന്നെ കാട്ടിക്കൂട്ടലുകളാ, ഒച്ചയും ബഹളവും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം. ചിലർക്ക് അത് മതി കേട്ടോ. കാരണം കർത്താവിനെ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് അത് മതി. എന്ത്? ഹല്ലേലൂയ. ആ ഒച്ചപ്പാടും ബഹളമൊക്കെ മതി. അതില് ഇങ്ങനെ ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദി നെയിം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 13:24, യോഹന്നാൻ 13 അധ്യായത്തിന്റെ 34-35 വായിച്ചു മോനെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന. നോക്കിയേ, അപ്പൊ സ്നേഹിക്കണമെന്ന് പറയുന്നത് കൽപ്പന. വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നല്ല. അപ്പം സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ, ദൈവമക്കളെ. അപ്പൊ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ കൊലപാതകം ചെയ്യുന്നു എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, കേവലം കൈ കൊടുക്കാനൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, വേർതിരിവ് കാണിക്കുന്നുണ്ടെങ്കിൽ നീ കൊലപാതകിയ. നമ്പർ 1 കൊലപാതക ആയതുകൊണ്ടാണ്. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ വസ്ത്രധാരണത്തിലോ കളറിലോ നോക്കിയിട്ട് വിലയിരുത്തി അവനോ നിനക്ക് ഏതാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണെങ്കിൽ നീ കൊലപാതകയാണ്. ഹല്ലേലൂയ. വാക്യം 34-35 വായിച്ച്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കണ്ടോ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് എന്ന് തന്നെ. അതാണ് കൽപ്പന, സ്നേഹിക്കണം. ഹല്ലേലൂയ. റോമ 12:10 വായിച്ചു മോനെ. റോമൻസ് ചാപ്റ്റർ 12 അധ്യായം 10 വാക്യം. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനം. കണ്ടോ, സഹോദര പ്രീതിയിൽ തമ്മിൽ തമ്മിൽ സ്ഥായി അല്ലെങ്കിൽ സ്ഥിരത. വായിച്ചോ, സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ റെസ്പെക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സഹോദരൻ ചിലർക്ക് മസല് മൈൽക്കുറ്റി പോലെയൊക്കെ ഇരിക്കും. ആരാ മൈൻഡ് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ആരാധന കഴിഞ്ഞ് വേഗം പോണം. ഹല്ലേലൂയ. എങ്ങനെ ഒന്നുകൂടെ വായിച്ച് നല്ല വെടിപ്പായിട്ട് കേൾക്കട്ടെ. വായിച്ചു. സഹോദര പ്രീതി തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ പറഞ്ഞത് പാസ്റ്റർ മുന്നിട്ട് കൊള്ളാനല്ല പറഞ്ഞത്. ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. സഭക്കകത്ത് വരുന്ന, കൂട്ടായ്മക്കകത്ത് വരുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. എന്താ അറിയോ, എന്റെ സഹോദരത്തിൽ സ്നേഹം കൂടുതൽ കാണിച്ചാൽ നീ കുറച്ചുകൂടി കൂടുതൽ കാണിച്ചു. കാരണം അറിയോ, കർത്താവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടി സ്നേഹത്തോടെ നിന്നോ. ഹല്ലേലൂയ. കുറഞ്ഞു പോകരുത്, മുന്നിട്ട് ഇറങ്ങിക്കോളാന്നാ പറഞ്ഞത്. അടി ഉണ്ടാക്കാനാണെങ്കിൽ ആരെങ്കിലും പോലും മുന്നിട്ട് ഇറങ്ങും. ചിലവര് കണ്ടിട്ടില്ലേ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തപ്പേന്നുള്ള സൗണ്ട് വെച്ചാൽ അടിയാ. ഹല്ലേലൂയ. ചിലവരങ്ങനെ, ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും അല്ലേ എവിടെന്നെങ്കിലൊക്കെ വള്ളി പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇടിക്കാനായിട്ട് അല്ലെങ്കിൽ തല്ലുണ്ടാക്കാനായിട്ട് അവർക്ക് മുന്നിൽ കാണും. ലാസ്റ്റ് അവൻ ആദ്യമേ തന്നെ മുങ്ങും. അപ്പൊ കൂടെ ഉള്ളവന്മാരെല്ലാം വെടിപ്പായിട്ട് അടികൊള്ളും. ഹല്ലേലൂയ. പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ കാണത്തില്ല, കാരണം അവൻ മുങ്ങിയിട്ടുണ്ടാവും. എന്നാൽ സഭകളെ കുറിച്ച് പറയുമ്പോ അവിടെ പ്രശ്നമുണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ല മുന്നിട്ട് നിൽക്കാൻ പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. ഹല്ലേലൂയ. ആമേൻ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ. എന്താ മത്തായി 5 ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചേ മോനെ, നോക്കട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവർ, ഓർമ്മപ്പെടുത്തട്ടെ, എങ്ങനെയാ? ഭാഗ്യവാന്മാർ അവർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒച്ചത്തി വായിക്കേ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ. എന്തോ. അപ്പൊ സമാധാനം നിന്റെ ഉള്ളിൽ കിടക്കുവാണെങ്കിൽ നീ ഉറപ്പിച്ചോണം, നീ ദൈവത്തിന്റെ പുത്രനാണ്, മകനും മകളും ആയതുകൊണ്ടാണ്. അപ്പൊ സഭക്കകത്ത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അടുത്തിരിക്കുന്ന സഹോദരനൊക്കെ സന്തോഷവും ബ്രദറെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് നീ ദൈവ പൈതലായതുകൊണ്ടാണ്.
Amen. Hallelujah. Blessed be the name. Blessed be the name. Amen. Hallelujah. വായിച്ചു പറയുന്ന വാക്യം റോമൻസ് ഇപ്പോൾ വായിച്ചത് 10 വായിച്ചത്. 1 പീറ്റർ അതിന്റെ 4:8 ഒന്ന് വായിച്ചു. 1 പത്രോസ് 4:8 ഒന്ന് വായിക്കാമോ? എളുപ്പം വായിച്ചോട്ടെ, പ്രാർത്ഥിക്കാം നമുക്ക്. 1 പത്രോസ് 4:8 വാക്യം. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ശ്രദ്ധിച്ചോ, സ്നേഹം ഒരു പ്രത്യേക സ്നേഹത്തിനാണ് പാപങ്ങളുടെ ബഹുത്വത്തെ മറച്ചു വെക്കും. അതായത് ഒരുത്തിന്റെ കുറ്റം പോയി നോക്കി അവനറിയോ, അവൻ അങ്ങനെയൊക്കെ നടക്കുന്നവൻ അങ്ങ് പോയിട്ട് വേറെ സഹോദരനോട് പറയല. അറിയോ അവിടെ എന്താ അവന്റെ വീട്ടിൽ എന്താ നടക്കുന്നത് അറിയോ, ഞാൻ കണ്ടു എന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നത് ക്രിസ്തുവിലുള്ള മനോഭാവമല്ല. ഹല്ലേലൂയ. ഒരുത്തിന്റെ കുറവ് പോയി വേറൊരുത്തനോട് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല. അവിടെ പറഞ്ഞു നോക്കിയേ, വായിച്ചേ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. Blessed be the name. Amen. Hallelujah. Ephesians chapter 4:32 വായിച്ചു മോനെ. 4:32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചു. നിങ്ങൾ അവിടെ മോനെ നമ്മൾ 4:1 പീറ്റർ 4:8 ഒന്നുകൂടി വായിച്ചു. സകലത്തിന് മുമ്പേ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബന്ധത്തെ മറയ്ക്കും. അത് കഴിഞ്ഞ് 9 കൂടി വായിച്ചു. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. എന്നിട്ട് എന്താ? പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. അതിഥി സൽക്കാരം. നിന്റെ ഭവനത്തിലേക്ക് ഒരുത്തിനെ കടന്നു വരുമ്പോ സന്തോഷിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാതിലടച്ച് നോക്കുമ്പോഴല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ സന്തോഷിക്കണം. കാരണം വചനം പറയാണ് അതിഥി സൽക്കാരം ആചരിപ്പിന്നാവുന്നത്. അപ്പൊ അതിഥി സൽക്കാരം നമുക്ക് വീട്ടിൽ ഒരുത്തരും പറഞ്ഞ ഇഷ്ടമല്ല, നിനക്ക് വന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ സോറി, നിന്നിൽ കർത്താവിന്റെ ആത്മാവല്ല. കാരണം ആചരിപ്പിൻ. നോക്കേ, എന്റെ വീട്ടിൽ ആര് വരണമെന്ന് വേണം എനിക്ക് തീരുമാനിക്കാം. ക്രിസ്തു ഉണ്ടാവില്ല. ഹല്ലേലൂയ. ആമേൻ. എത്ര കുറവുള്ളവനായിക്കോട്ടെ ഒരാളെയും നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നതിന് തടസ്സപ്പെടുത്താൻ നമുക്ക് നീ ദൈവവൈതലാണെങ്കിൽ അനുവാദമില്ല. കാരണം ആചരിച്ചോളാണ് അവർ, ആചരിപ്പിന്നാവുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ഒരാൾക്ക് ഫ്രീഡം കൊടുത്തു കഴിയുമ്പോ നോക്കിയേ, അവൻ വീട്ടിലുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് നോക്കിയേ, അവൻ പോയി പുറത്തു പോയിട്ട് എന്റെ വീട്ടിലുള്ള കംപ്ലൈന്റ് ഒക്കെ പറയുമെന്നുള്ള പേടി കൊണ്ടിട്ടാണോ അനുവാദം കൊടുക്കാത്തത്? ഹല്ലേലൂയ. നോക്കി, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയുമോ എന്നുള്ള പേടി കൊണ്ടിട്ടാണോ? നോക്കി, എന്റെ സീക്രട്ട് മനോഭാവം. സ്തോത്രം. ഈ സീക്രട്ട് മനോഭാവം ഉള്ളവരെ വീട്ടിലാരും കേട്ടാത്തത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആർക്കും ഇഷ്ടപ്പെടില്ല കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, കാരണം അവന്റെ സീക്രട്ട് ലൈഫ് ഉണ്ട്, അത് പൊളിയും. ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവദാസനും ആവുമ്പോഴേക്ക് കർത്താവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ തുറന്ന പാത്രം പോലെ. ഹല്ലേലൂയ. നോക്കിയേ, ഹല്ലേലൂയ. Blessed be the name. അവിടെ വല്ലപ്പോഴാണ് ആചരിപ്പിൻ, അതിഥി സൽക്കാരം ആചരിപ്പിൻ. Blessed be the name. മോനെ വായിച്ചോ. സ്നേഹം പാപങ്ങളുടെ ബന്ധത്തെ മറക്കുന്നു എന്ന് പറഞ്ഞ് പിറുപിറുപ്പ് കൂടാതെ, അവിടെ കുറ്റം പറയുന്നതല്ല, മറിച്ച് സന്തോഷത്തോടെ ഒരുത്തം വരുവാണെങ്കിൽ കയറ്റിയിരുത്തണം യേശുവിന്റെ നാമത്തിൽ. പറയാം നന്നാട്ടെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വരുന്നവനാണ് പ്രത്യേകിച്ചും അല്ലേ, സൽക്കാരം കൊടുക്കണം. ഹല്ലേലൂയ. അതിന്റെ സൽക്കാരം ആചരിക്കാനാണ് പഠിപ്പിച്ചേക്കണേ. ആമേൻ. ബ്ലെസ്ഡ് ബി ദി നെയിം. മോനെ നീ വായിച്ചോ, എഫിഷ്യൻസ് 4:32 വായിച്ചോ. അത് വായിച്ചു നമ്മൾ അവസാനിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. എന്റെ പോയിന്റ് കൂടി പറഞ്ഞിട്ട് വായിച്ചു.
നിങ്ങൾ തമ്മിൽ ദയയും നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ള. അപ്പൊ തമ്മിൽ ദയ, ഇപ്പൊ ഒരു പോയിന്റ് കൂടി വന്നു, ദയ. അപ്പൊ സഭക്കകത്ത് ഉണ്ടാവേണ്ട വേറൊരു ഘട്ടമാണ് ദയ. സഹോദരന്മാരുടെ ഇടയിൽ കാണേണ്ട ഒരു അവസ്ഥയാണ് ദയ. സഹജീവികളോട് ദയാലുവാണ്. കർത്താവ് നമ്മളോട് ദയ കാണിച്ചതുപോലെ നമ്മൾ പരസ്പരം ദയ കാണിച്ചോണം. ഒരുത്തനെ സഹായിക്കാനാണെങ്കിൽ സഹായിച്ചോണം. എന്നിട്ട് സഹായിച്ചു കഴിഞ്ഞിട്ട് വിളിച്ച് പറയരുത്, ഞാൻ അവിടെ അത് കൊടുത്തു ഇത് കൊടുത്തു, അവൻ അങ്ങനെ സഹായിച്ചു ഇങ്ങനെ സഹായിച്ചു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്നേ കിട്ടത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് നീ മറ്റുള്ളവരോട് ദയാലു, അല്ലേ? അത് മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട് ദയാലുവായിരിക്കണം. ആമേൻ. പട്ടിയോ പൂച്ചയോ എന്താണോ നോക്കേ, എല്ലാ ജീവജാലങ്ങളോടും നീ ദയ കാണിക്കണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഒന്ന് വായിച്ചു മനത്. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. കണ്ടോ, ക്രിസ്തുവിൽ ആണ് ദൈവം നമ്മളോട് ക്ഷമിച്ചത്, അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു യോഗ്യതയില്ല. നമ്മൾ ആരും യോഗ്യരല്ല. യേശുക്രിസ്തു മുഖാന്തരമാണ്, അവന്റെ ഏകയാഗത്തിലൂടെയാണ് പിതാവായ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചത്. ഹല്ലേലൂയ. ഒരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഇവിടെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാണ്. 3 പോയിന്റ് കൂടെ അതിനോട് ചേർക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യുവാണെങ്കിൽ, ഒന്ന് പറയാണ്, സഭയിൽ സ്നേഹം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം കാണാം. തുറന്നു പറ, ദൈവത്തിന്റെ സ്വഭാവം കാണാം. ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. അത് നിനക്ക് കാണണമെങ്കിൽ സഭയിൽ എന്ത് വേണം? സ്നേഹം വേണം. അത് ചെറിയ കൂട്ടായ്മയിലാണെങ്കിലും നിന്റെ വീട്ടിലെ പ്രാർത്ഥനയിലാണെങ്കിലും സ്നേഹത്തോടെ പ്രാർത്ഥിച്ചോണം. നീ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ സ്വഭാവം കാണും. 2, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയത്തിൽ, പുറത്ത് സമാധാനം ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ ചേട്ടന്റെ സമാധാനം അതല്ല, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ പ്രസൻസ് നിനക്ക് അനുഭവിക്കാം. നേരത്തെ പറഞ്ഞ സമാധാനം നിന്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ നീ കർത്താവിന്റെ സാന്നിധ്യം അറിയത്തുള്ളൂ. ചിലർ പറയില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവിന്റെ സാന്നിധ്യം അറിയാൻ പറ്റുന്നില്ല, കർത്താവിന്റെ പ്രസൻസ് എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകും, പക്ഷെ എനിക്ക് കർത്താവിന്റെ ആ ഒരു പ്രസൻസ്, സാന്നിധ്യം എനിക്ക് അറിയാൻ പറ്റുന്നില്ല ബ്രദറെ എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നതായിരിക്കും. ക്രിസ്തുവിൽ സമാധാനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ചിലപ്പോൾ കടത്തിലായിരിക്കും, പ്രശ്നത്തിലായിരിക്കും, രോഗത്തിലായിരിക്കും, പക്ഷെ നീ സന്തോഷത്തോടെ കർത്താവിന്റെ സ്ഥലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരുന്ന് മോങ്ങി അല്ല എന്തോ ഒരു ഇമോഷണൽ ഫീലിംഗ് വെച്ചിട്ട് ഇങ്ങനെ അല്ല, പ്രശ്നത്തിന്റെ നടുവിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് കർത്താവെ സന്തോഷത്തോടെ ആരാധിച്ച് പാട്ടൊക്കെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കർത്താവിന്റെ സാന്നിധ്യം നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും. ആമേൻ. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം. അതിന് 3ാമത്തെ പോയിന്റാണ്, നമ്മുടെ ഇടയിൽ ഐക്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐക്യമുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ യൂണിറ്റിയുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞ പോയിന്റ് ഇത് ചെയ്യാണ്. ഐക്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തി അവിടെ പ്രകടമാകും. അത് ഒരുമ ഉണ്ടെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. കാരണം യേശു ഒരു ദേശത്ത് നിന്നിട്ട് അവിടെ ഒരു അത്ഭുതം ചെയ്തു. കാരണം അവരുടെ അവിശ്വാസ നിമിത്തം യേശുവിന് അവിടെ ഒരു അത്ഭുതവും ചെയ്യാൻ പറ്റിയില്ല. ചുരുക്കം ചില രോഗികളെ മാത്രം സൗഖ്യമൊക്കെ കേട്ട് കർത്താവ് അവിടെ തിരിച്ചു പോരുന്നുണ്ട്. കാരണം എന്താ? യൂണിറ്റി ഇല്ല. ചിലർ കാഴ്ച കാണാൻ വന്നിട്ട് പോകുന്നത്, അത്ഭുതം പറയാതെ ഒന്നും നടക്കുന്നില്ല ഇപ്പൊ. ഹല്ലേലൂയ. ചിലര് നോക്കിയേ, ഹല്ലേലൂയ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഹല്ലേലൂയ. ഉറപ്പിച്ചോണം, നിന്റെ കൂടെ ഇരിക്കുന്ന സഹോദരന്മാരെ സ്നേഹിച്ച് കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ ചേർത്ത് നിർത്തിക്കണ ആ അതേ അവസ്ഥക്കകത്ത് ഏതവസ്ഥയാണ് നിനക്കെതിരായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, അതിന്റെ മേല് ദൈവത്തിന്റെ ശക്തിയെ ദൈവം പ്രകടിപ്പിക്കും. ശക്തി, ദൈവത്തിന്റെ ശക്തി നിസ്സാരമാണ്. ചെങ്കടലിനെ പിളർന്നത് ശക്തിയാ, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാ. മോശയുടെ വടിയുടെ ശക്തിയല്ല. മോശ വടിയെടുത്ത് ഉയർത്തി, അത് ഉയർത്തി പിടിച്ചപ്പോ ചെങ്കടൽ പിളർത്തിയ ദൈവത്തിന്റെ ശക്തി അവിടെ പ്രകടിപ്പിച്ചു. ഹല്ലേലൂയ.
അപ്പൊ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീ കർത്താവിന്റെ സമാധാനം ഉയർത്തിപ്പിടിക്കണം, സന്തോഷം ഉയർത്തിപ്പിടിക്കണം, സഹോദര സ്നേഹം ഉയർത്തിപ്പിടിക്കണം. നിനക്ക് നിന്റെ കാറോ വീടോ സ്വത്തോ ബാങ്ക് ബാലൻസോ അല്ല ഉയർത്തിപ്പിടിക്കേണ്ടത്. യേശുവിനുള്ള സമാധാനം ഉണ്ടല്ലോ, ആ സന്തോഷം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോണ്ടല്ലോ, ആ ചെങ്കടലാവുന്ന വിഷയത്തിന്റെ നടുക്കിലേക്ക് ദൈവത്തിന്റെ ശക്തിയെ ഇറങ്ങുന്നത് നീ കാണും. നമുക്ക് ആദ്യം വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് കണ്ണടയ്ക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 13:11-12 വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുകയും യഥാസ്ഥാനപ്പെടുകയും ആശ്വസിച്ചുകൊള്ളുകയും ഏക മനസ്സുള്ളവരാകുകയും സമാധാനത്തോടെ ഇരിക്കുകയും, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യും. Amen, amen. Hallelujah, hallelujah. കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, thank you Jesus. Hallelujah. We worship you, Father. We glorify your name, Jesus. Hallelujah. Hallelujah. Oh, we worship you, Jesus. Hallelujah. സ്തോത്രം കർത്താവേ, നന്ദിയോടെ വാഴ്ത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Hallelujah. We praise your name, Father. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ ആഗ്രഹമുള്ളവർ മുട്ടുമടക്കിക്കോ. Hallelujah. Blessed be the name. Hallelujah. യേശുവേ, ഈ സമയം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാണപ്പാ. അവിടെ സംസാരിച്ചതുപോലെ കർത്താവേ, ദൈവിക സമാധാനത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും ദയയിലും ഞങ്ങളെ ഉറപ്പിക്കുമാറാകണമേ. നിങ്ങളുടെ നാവുകളാൽ ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവായ യേശുവേ, ഇന്ന് കേൾപ്പിച്ച വചനം എൻ്റെ ഉള്ളത്തിൽ ജീവനുള്ളതും ചൈതന്യമുള്ളതും ആയിത്തീർന്നതാകയാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. യേശുവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ലോകത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ സാത്താനെ വെറുത്ത് ഉപേക്ഷിക്കുന്നു. യേശുവേ, അവിടെ നിന്നാണ് എൻ്റെ യജമാനൻ, അവിടെ നിന്നാണ് എൻ്റെ ദൈവം, അവിടെ നിന്നാണ് എൻ്റെ രക്ഷകനെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും എൻ്റെ അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശു മാത്രമാണ് എൻ്റെ കർത്താവ്. ഞാൻ ലോകത്തെ ഉപേക്ഷിച്ച് കർത്താവെ അങ്ങോട് ചേർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഉള്ളത്തെ നിറയ്ക്കുമാറാകണമേ. ഇന്ന് രാത്രിയും കർത്താവെ അങ്ങയുടെ വചനങ്ങളെ കേൾപ്പാൻ അവിടെ നിന്ന് ഒരുക്കിയ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അവിടുത്തെ കൃപയിലും സ്നേഹത്തിലും എന്നെ ആത്മീകമായി വളരുവാൻ എന്നെ സഹായിക്കണമേ. കേൾപ്പിച്ച ഓരോ വചനത്തിനുമായിട്ടും ഞാൻ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവ് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. We thank you, Lord. Hallelujah, hallelujah. We worship you, Jesus. We worship you, Jesus. Oh, hallelujah, hallelujah, hallelujah. സ്തുതിച്ചാട്ടെ കർത്താവിനെ. Hallelujah. Thank you, Lord. Amen, amen. Stop. Hallelujah. Thank you, Lord. Hallelujah. Hallelujah. എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് ഇതിനെ ഈ ബോക്സിലേക്ക് നീട്ടാമോ? Hallelujah. കർത്താവ് ഈ സമയത്തിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിറച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ബോക്സിന്റെ അകത്തിട്ടിരിക്കുന്ന ഓരോ കടബാധിത കുറിപ്പുകളുടെ മേലും കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ അത്ഭുതകരം പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങളുടെ വിശ്വാസ കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ സ്തോത്രത്തോടുകൂടെ കർത്താവെ എന്റെ സന്നിധിയിലേക്ക് ഉയർത്തി കർത്താവെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഇതിന്റെ മേലെല്ലാം കർത്താവെ അവിടുത്തെ വാഗ്ദത്തമായ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ കർത്താവെ ഉത്തരങ്ങളെ അയക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ ദൈവകരം പ്രവർത്തിക്കുന്നതിനായി കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ അവിടുത്തെ ഓരോ പ്രവൃത്തിക്കുമായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കടബാധകളുടെ മേൽ കർത്താവെ ഹല്ലേലൂയ വരുന്ന ദിവസങ്ങളിൽ കർത്താവെ അവിടുത്തെ അത്ഭുതത്താലും അടയാളത്താലും കർത്താവെ ദൈവജനത്തെ വിടുവിച്ച് ഹല്ലേലൂയ അവിടുത്തെ സമൃദ്ധിയോടെ ഹല്ലേലൂയ അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന ദിനങ്ങളാണ് മുന്നിലുള്ളത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, സകലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. In Jesus' precious name. Amen, amen, amen. Hallelujah.